വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ലൈവിൽ അതിഥിയായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷാജി വി ജോസഫ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സാത്താൻ മാത്രമല്ല, ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ദൈവരാജ്യത്തിന് എതിരാണ് എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കടന്നു വന്നിട്ടുള്ള പാസ്റ്റർ ഷാജി വി ജോസഫ് പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്ററെ സ്വാഗതം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് പാസ്റ്ററെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ദാസിനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ക്രിസ്തുയേശുവിൽ ഞങ്ങളെ തന്നതിനായി നന്ദി. സമ്പൂർണമായ ശുശ്രൂഷയെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഇത് കേൾക്കുന്ന ജനം, ഇതെല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് അത് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദി. ഇത് അങ്ങയുടെ ഹൃദയത്തിൽ എങ്ങനെയോ അതേപോലെ തന്നെ അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തിൽ എത്തിച്ചേരുവാൻ, അവർക്ക് വിശ്വസിക്കുവാൻ, അതിൽ അധ്വാനിപ്പാൻ, അങ്ങനെ എത്തിച്ചേരുവാൻ അങ്ങയിൽ നിന്ന് അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ സമർപ്പിക്കുന്നു. ഞാനത് മാത്രമല്ല ഉപയോഗിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ശുശ്രൂഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അതിന് മാധ്യമമായിട്ട് ഗോസ്പൽ TV ക്രമീകരണം ചെയ്തതായി ദൈവത്തിന് നന്ദി പറയുകയാണ്. സഹോദരങ്ങളെ, ഇപ്പോഴും തുടർന്ന് കടന്നു വരുന്ന ഏവരും വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ് ഇത്. മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഓരോ വ്യക്തികളും പ്രത്യേകമായി ഓർക്കുകയാണ്. ഗൗരവമായിട്ട് ഈ കാര്യം ഏറ്റെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കാരണം ശരിക്കും ക്രിസ്ത്യാനികളായ നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. കർത്താവ് അങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പോ നമ്മൾ ഇതൊരു ഭക്തിമാർഗം മാത്രമായി നമുക്കിത് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആക്ച്വലി യേശുക്രിസ്തുവിന്റെ നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് സാത്താൻ മാത്രമല്ല, ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ദൈവരാജ്യത്തിനെതിരാണ് എന്നാണ് ഇന്നത്തെ ടൈറ്റിൽ. ഒരുപക്ഷെ ഈ ടൈറ്റിൽ നിങ്ങളെ വളരെ അതിശയിപ്പിക്കും. കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ എന്റെ സഹോദരങ്ങളായ എല്ലാ ദേവദാസന്മാരെ, എല്ലാ വിശ്വാസികളെയും ഞാൻ സ്നേഹിക്കുന്നു. കാരണം നമ്മളെല്ലാം ഒരു കുടുംബമാണ്. ക്രിസ്തുവിൽ നമ്മൾ സ്വർഗീയ പിതാവുമായ ഒരു കുടുംബമാണ്. അതില് ജാതി ഭേദമോ ഡിനോമിനേഷൻ സംഘടനാ ഭേദമോ ഒന്നുമില്ല. നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു കുടുംബമാണ്, ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്, സഹോദരങ്ങളാണ്. അതെല്ലാം പുതിയ സൃഷ്ടിയിലാണ്. അപ്പോ അത് സുവിശേഷത്തിന്റെ ആ ബേസാണ്. ഇത് നമ്മൾ അറിയണം. പക്ഷെ ഈ ബേസ് പോലും ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. പകരം അവരുടെ ശരീരത്തിൻ്റെതായ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ ആരാധിച്ച് അവസാനിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം എന്ന് പറയുന്നത് അത് വെറൊരു സ്തുതി ആരാധനയല്ല. നമ്മൾ ഇന്ന് സ്തുതി ആരാധനയിൽ യേശു ഉയർത്തി എന്ന് പറഞ്ഞാൽ ചെല്ലുന്നത്. Actually, it's a spiritual political matter. Spiritual political matter. നമ്മൾ ചിന്തിക്കും BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്. ഞാൻ ആ ഭാഗത്തേക്കേ അല്ല. അത് ഫിസിക്കൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. 5 വർഷം ഭരിച്ച് അവരുടെ പാട്ടും. ഇതങ്ങനെയല്ല. ഒരു ഇലക്ഷൻ നടക്കണം.
ആ എലക്ഷനിൽ എറ്റേണൽ ഗവൺമെന്റിലേക്കുള്ള രാജാക്കന്മാരെ, മന്ത്രിമാരെ, MP, MLA എന്നല്ല, രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുന്ന ഒരു എറ്റേണൽ ഇലക്ഷൻ നടക്കുകയാണ്. ആ എറ്റേണൽ ഇലക്ഷൻ നടക്കുമ്പോ അതിൽ ഈവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പോലും കിങ്ഡം കിട്ടിയിട്ടില്ല. കിരീടം കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മളുടെ യേശു എന്ന് പറയുന്നത് കിരീടമില്ലാത്ത രാജാവാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതിന്റെ പ്രധാന കാരണം ഇന്നത്തെ ക്രിസ്ത്യാനികളായ നമ്മളാണ്. അപ്പോ ഈ കാര്യങ്ങൾ വിശുദ്ധ വചനത്തിലൂടെ നിങ്ങളെ അറിയിക്കുമ്പോൾ ക്രിസ്ത്യാനികളായ നമ്മൾ, അതായത് വീണ്ടും ജനിച്ചിരിക്കുന്ന നമ്മൾ, യേശു കർത്താവിനെ നമ്മളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ തലയായി ഏറ്റുപറഞ്ഞ വ്യക്തിത്വങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ഇത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. അപ്പോ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഇത് അറിയിച്ചു തരികയാണ്. ഇത് ഞാനോ നിങ്ങളോ അറിയുവാൻ സാത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല സാത്താന്റെ ടീമും അവർ നിറയെ ചർച്ചിലുണ്ട്, അവരും ആഗ്രഹിക്കുന്നില്ല. അപ്പോ നമ്മള് വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കുക, എന്താണ് ദൈവരാജ്യം, എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ ദൈവരാജ്യം എന്ന സംഭവത്തിൽ ഈ അതൊരു ദൈവത്തിന്റെ കുടുംബമാണ് ദൈവരാജ്യം. ഫസ്റ്റ് അതാണ് ദൈവത്തിന്റെ കുടുംബം. ആ ദൈവ കുടുംബത്തിൽ സ്വർഗീയ പിതാവ് തലയും, അതായത് കാരണഭൂതനും യേശു ക്രിസ്തു മുഖാന്തരവും നമ്മൾ വീട്ടിൽ ജനിച്ച നമ്മൾ സ്വർഗസ്ഥ പിതാവിന് യേശു ക്രിസ്തുവിലൂടെയുള്ള മക്കളുമാണ്. സിമ്പിളാണ് കാര്യം. പക്ഷെ ഇത് നമ്മൾ അറിയാൻ പിതാവ് സമ്മതിക്കുന്നില്ല. ഒരാൾ കാരണഭൂതൻ, ഒരാൾ മുഖാന്തരം. നമ്മൾ കാരണഭൂതനായ ആ പിതാവിന് യേശുവിലൂടെ മുഖാന്തരത്തിലൂടെ ജനിച്ച മക്കൾ. സിമ്പിൾ. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സാജുവിന് ഇത് മനസ്സിലാക്കാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. സാജുവിന് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ആ കുടുംബത്തിലെ കാരണഭൂതനാണ്. തുഷാര സിസ്റ്ററെ ആക്കി വെച്ചിരിക്കുന്നത് മുഖാന്തരമാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന മക്കൾ സാജുവിന് തുഷാര സിസ്റ്റർ മുഖാന്തരം മക്കൾ ഉണ്ടായി. ഇതേപോലെ നമ്മളും സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിലൂടെയുള്ള മക്കളാണ്. സിമ്പിളാ കാര്യം. പക്ഷെ ഇത് മനസ്സിലാക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. ഇതുകൊണ്ടാണ് ഫസ്റ്റ് കോറിന്ത്യസിലെ 6-7 ഭാഗങ്ങളിൽ പറയുന്നത് ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഈ അറിവ് എല്ലാവർക്കും ഇല്ല എന്ന് പറയണം. എന്നിട്ടും ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്താണ് ദൈവങ്ങൾ എന്ന് പറയുന്നത്? അനേകർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെങ്കിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. എന്നിട്ട് പറയാണ് ആ പിതാവ് സകലത്തിനും കാരണഭൂതൻ. ഉണ്ടോ? കാരണഭൂതൻ. ഇനി താഴേക്ക് പറയാണ് കർത്താക്കന്മാർ എന്ന് പറയുന്ന ധാരാളം പേരുണ്ടെങ്കിലും യേശു എന്ന ഏക കർത്താവേ നമുക്കുള്ളൂ. ആ കർത്താവിനെ കുറിച്ച് പറയാണ് കാരണഭൂതൻ എന്നല്ല, മുഖാന്തരം. അപ്പോ ആ മുഖാന്തരത്തിലൂടെ സ്വർഗസ്ഥ പിതാവ് മുഖാന്തരത്തിലൂടെ ജനിപ്പിച്ച മക്കളാണ് ഞാനും നിങ്ങൾ. ഈ തിരിച്ചറിവ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുടുംബമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം പറയാണ് ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമായി തീരും. അപ്പൊ ഒരു കുടുംബമായി തീരുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 2 പറയുന്നത് നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും മാത്രമേ. ഗോഡ്സ് ഫാമിലിയാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നേരത്തെ വിഗ്രഹങ്ങളെ ആരാധിച്ചു, അവർക്ക് എണ്ണ കൊടുത്തു, പൂമാല കൊടുത്തു, കതിന വെടിക്കെട്ട് കൊടുത്തു, യേശുവിന് സ്തുതി കൊടുക്കുന്നു. എല്ലാ സൃഷ്ടാവിനെ സ്തുതിക്കണം. ഇത് മനസ്സിലാക്കുക. സ്വർഗീയ ഭവനത്തിൽ പിതാവ് സകലം സൃഷ്ടിച്ചത് പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ പിതാവിനെ ബഹുമാനിക്കുക, എല്ലാറ്റിലും ഉപരിയായി ആ പിതാവിനെ ബഹുമാനിച്ചതുപോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കാനാണ് വിശുദ്ധ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ചെയ്താട്ടെ. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഇതിൽ കിടന്ന് കുത്തിമറിയല്ല വേണ്ടത്. ഒരു വിഷയം ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തുവിന്റെ തലയിൽ കിരീടമില്ല. ഇതൊന്നും മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ തലയിൽ കിരീടമില്ല. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഓരോരുത്തരും. ഇത് മനസ്സിലാക്കിയിട്ട് എന്താണ് ചെയ്യുന്നത്, എന്ത് അമെന്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഒരു രാജ്യത്ത് ഒരു ലോ ഉണ്ടെങ്കിൽ ആ ലോ പോരായ്മയാണ് എങ്കിൽ മന്ത്രിമാരെല്ലാം കൂടി കൂടിയിട്ട് അതിനു വേണ്ട അമെന്റ്മെന്റ് ചെയ്യും, അല്ലെ? ഇവിടെ അതിനുവേണ്ടി ആരും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോ ദൈവത്തിന്റെ മക്കളായ നാം തിരുവചനത്തിലൂടെ വിശുദ്ധ ബൈബിളിലൂടെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ട കാര്യങ്ങളെ ചെയ്യാം. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഇവിടുന്ന് എന്തിനാ പോയേക്കണെന്നറിയോ?
അറിയില്ല അല്ലെ? ഇതൊക്കെ മനസ്സിലാക്കി. യേശുക്രിസ്തു ഇവിടുന്ന് പോയത് കിങ്ഡം പ്രാപിക്കാനാണ്. അതിനറിയോ? ക്രിസ്ത്യാനിക്ക് അറിയോ? യേശു ഇവിടുന്ന് പോയത് കിങ്ഡം പ്രാപിക്കാനാണ്. കിങ്ഡം പ്രാപിച്ചാൽ ഇങ്ങോട്ട് മടങ്ങി വരും. എന്തുകൊണ്ടാണ് മടങ്ങി വരാത്തതെന്ന് ചോദിച്ചാൽ കിങ്ഡം പ്രാപിച്ചിട്ടില്ല. കിങ്ഡം പ്രാപിച്ചാൽ ഇങ്ങോട്ട് മടങ്ങി വരും. ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോൾ ഈ കിങ്ഡം പ്രാപിക്കണം. ഇന്ന് ആരുടെ കയ്യിലിരിക്കുകയാണ്? ഈ ലോക രാജ്യത്വം ഇന്ന് സാത്താന്റെ കയ്യിലിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷവും ലോക രാജ്യത്വം സാത്താന്റെ കയ്യിലിരിക്കുക. ഞാനിവിടെ സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ മാറ്റർ ആണല്ലോ, സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. അപ്പോ ഈ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ നാം മനസ്സിലാക്കണം. കാരണം വരുംകാല ഗവൺമെന്റിലെ ഒരു ഭരണം അലങ്കരിക്കേണ്ട ഭരണകർത്താക്കന്മാരാണ് നിങ്ങളിൽ പലരും ഈ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് അറിയത്തില്ല. അറിയണം. എന്നിട്ട് നാം അതിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധത്തില് ഒന്ന് മനസ്സിലാക്കുക. ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യം, ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു കാതലായ വാക്യമാണ്. അതായത് വെളിപ്പാട് പുസ്തകത്തിന്റെ നടുവില് കിടക്കണം. നടുവില്. അത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ കാതലായ വാക്യം പറയുകയാണ്, ഈ ലോകത്തിന്റെ ഭരണം ഉണ്ടല്ലോ, അത് സ്വർഗസ്ഥ പിതാവിന്റെ അഭിഷിക്തനായ തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിന്റെയും കയ്യിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അത് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഹല്ലേലൂയ. വായിച്ച് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കണം. സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പലരും ചിന്തിക്കും, ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെയല്ലല്ലോ, സ്തുതി ആരാധന, ഒരു ഹല്ലേലൂയ പറയൂ, ഉറക്കം പറയൂ എന്നൊക്കെ മാത്രം. അതിനൊന്നും ഞാൻ വിരോധമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വന്ന കാര്യം നാം മനസ്സിലാക്കണ്ടേ? എന്നിട്ട് നമ്മിലൂടെയാണ് അത് സാധ്യമാകാനായിട്ട്. വായിച്ച് 11-ന്റെ-15, വെളിപ്പാട് 11-ന്റെ-15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. കണ്ടോ? വചനം വിശ്വസിക്കുക. മനസ്സിലായോ? ദൈവവചനം വിശ്വസിക്കുക. അവിടെ പറയാണ് ഏഴാമത്തെ ദൂതൻ, 7 ദൂതന്മാരുടെ കാഹളം ഉണ്ട്. അതിന്റെ അവസാനം 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോ ലോകരാജ്യത്വം, അതായത് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലം, ലോകരാജ്യത്വം, അവിടുത്തെ ഭരണം നമ്മുടെ കർത്താവിനും, യേശു കർത്താവിന്റെ കാര്യമല്ല, അത് സ്വർഗസ്ഥ പിതാവ്, കേട്ടോ, സ്വർഗസ്ഥ പിതാവിന്റെ ക്രിസ്തുവിനും, അതാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ഈ കർത്താവ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കയറി യേശുവിനെ വെക്കരുത്. കാരണം കർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ല, കർത്താവ് എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്. ഹല്ലേലൂയ. അത് നമ്മൾ പലപ്പോഴും അങ്ങനെ വെച്ച് പലയിടത്തും നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട്. കർത്താവ് എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാ. ടീച്ചർ ഒരു സ്ഥാനപ്പേരാ. രാജാവ് ഒരു സ്ഥാനപ്പേരാ. മന്ത്രി ഒരു സ്ഥാനപ്പേരാ. ഇതുപോലെ കർത്താവ് എന്ന് പറയുന്നത് ഹെഡ് തല അലങ്കരിക്കുന്ന ഒരു സ്ഥാനപ്പേരാണ്. യേശു കർത്താവാണ്, സ്വർഗസ്ഥ പിതാവും കർത്താവുമാണ്, അബ്രഹാം കർത്താവുമാണ്, തോട്ടക്കാരൻ കർത്താവുമാണ്, സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് കർത്താവാണ്, കോളേജിൽ പ്രിൻസിപ്പൽ കർത്താവാണ്. അത് തല എന്നാണ് അതിന്റെ അർത്ഥം. അഡോണായ്. സാറ അബ്രഹത്തെ കർത്താവേ എന്ന് വിളിച്ച് അനുസരിച്ചു പോന്നു. അതിന്റെ അർത്ഥം അഡോണായ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതാ ലോർഡ്, മാസ്റ്റർ എന്നൊക്കെയാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കി മനസ്സിലാക്കി ആരെക്കുറിച്ചാണ് എന്ന് നോക്കി മനസ്സിലാക്കി നാം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും, അതാണ് സ്വർഗസ്ഥ പിതാവ്. തുടർന്ന് അവന്റെ ക്രിസ്തുവിനും, സ്വർഗസ്ഥ പിതാവിന്റെ ഏകജാതനായ സർവപ്രപഞ്ചത്തിന്റെയും അധികാരിയായി ഓർഡർ ചെയ്തിട്ടുള്ള ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുവരെ എന്തായിട്ടില്ല? ഭരണം കിട്ടിയിട്ടില്ല. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞത്, ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾക്ക് മറ്റത് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ. ഏതാണ് ഈ പറഞ്ഞതിന് ഉത്തരം വരാൻ? ഇപ്പൊ വായിച്ചില്ലേ വെളിപ്പാട് 11-ന്റെ 15 ഉത്തരം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ.
നിങ്ങൾ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഭരണം വരണമേ. വന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ പറയണം വരൂന്ന്. അങ്ങയുടെ രാജ്യത്വം വരണമേ, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിൽ എന്നതുപോലെ. അപ്പൊ സ്വർഗത്തിൽ ദൈവിഷ്ടം നടക്കുന്നുണ്ട്. സ്വർഗത്തിൽ എന്നതുപോലെ അങ്ങയുടെ തിരുഹിതം ഭൂമിയിൽ നടക്കണമേ. പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഉപേക്ഷിച്ചു കളഞ്ഞ പ്രാർത്ഥന. കണ്ടോ ദൈവരാജ്യം വരുവാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന പോലും നമ്മൾ ഉപേക്ഷിച്ചു. സാത്താന്റെ മിടുക്ക്. എന്നിട്ട് നമ്മൾ വളരെ ബുദ്ധിമാൻ സമയം ശരിക്കും പിശാച് നമ്മൾ വിട്ട തലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ അതുകൊണ്ടായി പറയുന്നത്, ഈ ദൈവരാജ്യം വരുവാൻ ക്രിസ്ത്യാനികൾ ഭൂരിഭാഗവും യാതൊരു താല്പര്യമില്ല. പിശാച് മാത്രമല്ല, പിശാച് നമ്മളെ വെറും അതുകൊണ്ടാണ് പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററൊക്കെ വിട്ടിട്ട് നമ്മൾ ഇത് സ്തുതി ആരാധനയിൽ കൊണ്ട് അവനൊന്ന് ഒതുക്കി വെച്ചു. യേശുവിനെ ഉയർത്തി എന്ന് പറയണേ. യേശു അവസാനം പറയുന്നു, എന്നെ കർത്താവേ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പൊ നമ്മളിത് അറിയുന്നില്ല. ആരെങ്കിലും ഇത് അറിയിച്ചു വന്ന ഉടനെ പറയും ദുരുപദേശം. ആരെ ഈ പറയണേ? സാത്താന്റെ ആളുകൾ ഇത് കയറി പറയണേ. അവനും അവന്റെ ടീം പറയണം. കാരണം ഇതെങ്ങനെ സഭ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൈവമക്കള് കർത്താവ് യേശുവിനെ അനുഗമിച്ച് ഈ യേശുവിന്റെ തലയിൽ കിരീടം വരാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇന്ന് ആ യേശുവിന്റെ തലയിൽ കിരീടം പോലും ഇല്ലെന്നുള്ള കാര്യം എന്റെ സഹോദരങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. വല്ല വിഷമമുണ്ടോ നിങ്ങൾക്ക്? വല്ല വിഷമമുണ്ടോ? ഒരു വിഷമമില്ല അല്ലെ? ഞാൻ യേശുവിന്റെ കിരീടം ഇല്ലെന്നോ? വെളിപ്പാട് ദിവസം 1-ാം അധ്യായം വായിച്ചു നോക്കും മക്കളെ. 1-ാം അധ്യായം വായിച്ചു നോക്കുമ്പോ അവിടെ തേജോമയനായ ക്രിസ്തുവിനെ കാണാം. ആ ക്രിസ്തുവിന് ഒരൊറ്റ കുറവേ ഉള്ളൂ. രാജാവിന് ഒരൊറ്റ കുറവേ ഉള്ളൂ. നമ്മളുടെ ഈ പ്രവർത്തനം കാരണം യേശുവിന്റെ തലയിൽ കിരീടമില്ല. ബാക്കി എല്ലാ തേജസ്സും ഉണ്ട്. പക്ഷെ വെളിപ്പാട് പുസ്തകം 11-15 കഴിഞ്ഞാലുണ്ടല്ലോ യേശുവിന്റെ തലയിൽ കിരീടം ഇരിക്കണതാണ്. ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കണം. ദൈവരാജ്യത്തിലുള്ള അതായത് രക്ഷിക്കപ്പെട്ടിട്ടുള്ള ദൈവ മക്കളിൽ ഭൂരിഭാഗത്തിനും യേശുവിന്റെ ഭരണം ഇഷ്ടമല്ല. നിങ്ങൾ വ്യക്തതയോടെ കാണണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 19 നമ്മളൊക്കെ വായിക്കും കേട്ടോ. 19 യേശുവിന്റെ തലയിൽ കിരീടമുണ്ട്. കാരണം രാജ്യത്വം പ്രാപിച്ചാലേ കിരീടം കിട്ടുള്ളൂ. എന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന യേശുവിന് സഭകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന യേശുവിന്റെ തലയിൽ കിരീടം ഇല്ല. തലമുടി വളരെ വ്യക്തതയോടെ കാണാം, വെള്ള നിറമുള്ള തലമുടി. എന്നാൽ വെളിപ്പാട് ദിവസം 19-ലേക്ക് വരുമ്പോ യേശുവിന്റെ തലയിൽ ഒരു കിരീടം അല്ല, അനേക കിരീടങ്ങളും കൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങി വന്നെ. കാരണം നമുക്ക് കിരീടം തരണ്ടേ. എന്നാൽ വെളിപ്പാട് ദിവസം 14-ലേക്ക് വരുമ്പോ യേശുവിന്റെ തലയിൽ പൊൻകിരീടം ഉണ്ട്. കാരണം രാജ്യത്വം പ്രാപിച്ചു കഴിഞ്ഞു. 11 വെളിപ്പാട് 11 കഴിഞ്ഞിട്ടല്ലേ 14. 11-ൽ പറയാണ് ഈ ലോകത്തിന്റെ ഭരണം സ്വർഗസ്ഥ പിതാവിനും ക്രിസ്തുവിനും കിട്ടിയെന്ന്. കിട്ടിക്കഴിഞ്ഞാൽ കിരീടം വരും. കാരണം ഇവിടുന്ന് പോയത് രാജ്യത്വം പ്രാപിക്കാനാണ്. ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കി നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട് തയ്യാറാണ്. അപ്പോ പറയുന്നത് ഒരുപക്ഷെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുന്നത് പോലെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ വചനത്തിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ടു വെളിപ്പാട് 11-15 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം, അതായത് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ സ്ഥലം, ഇവിടത്തെ ഭരണം നമ്മുടെ കർത്താവിന്, അതായത് സ്വർഗസ്ഥ പിതാവിന്റെ ക്രിസ്തുവിനെയാണ് സകലത്തിന് രാജാവാക്കി വെച്ചിരിക്കുന്ന സ്വർഗസ്ഥ പിതാവ്. ആ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതുവരെ ആയില്ലായിരുന്നു, അപ്പോ ആയി തീർന്നിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലൊരു മഹാഘോഷം ഉണ്ടായി. അപ്പൊ അതുവരെ എന്നേക്കുള്ള ആഴ്ചയില്ല. ഹല്ലേലൂയ. അതുവരെ ഈ ലോകം വാഴുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു, സർവ്വലോകവും പിശാചിന്റെ കീഴിൽ കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇന്നും അവിടെ കിടന്നുകൊണ്ട് ഈ മരണം അനുഭവിച്ചാൽ മതിയോ? ഈ മരണമൊക്കെ ജയിച്ച് പുറത്തേക്ക് പോകണ്ടേ? അല്ല, എന്നിട്ട് ഇവിടെ കിടന്ന് സ്തുതി ആരാധന നടത്തുന്നതിന് വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ തലവേദന
നമ്മളുടേതായ മുട്ടുവേദന മാറി, എനിക്ക് അത് കിട്ടി ഇത് കിട്ടി, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയോ? തലവേദന മാറുന്നത് നല്ല കാര്യമാണ്, പക്ഷെ തലവേദന മാറിയാലും ജോലി കിട്ടിയാലും അതെല്ലാം മരണം കൊണ്ട് തീരും, സെമത്തേരി കൊണ്ട് തീരും. എന്നാൽ യേശുക്രിസ്തു നമുക്ക് തരുന്നത് സെമത്തേരി കൊണ്ട് തീരുന്നതല്ല. ഇതാണ് യേശു പറഞ്ഞത്, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭരണം നിനക്ക് തരാൻ നിന്റെ പിതാവ്. യേശു പറഞ്ഞ ഞാനല്ല, എന്റെ അപ്പൻ നിന്റെയും അപ്പനാണ്. ആ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. യു ആർ ഗോയിങ് ടു ബി ദ കിങ് ഓഫ് ദ ഫ്യൂച്ചർ കിങ്ഡം. ഇതുകൊണ്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ഭാവി രാജ്യത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നതാണ് സുവിശേഷം. നമ്മളിന്ന് കേട്ടേക്കുന്നത് യേശുവിന്റെ കാൽവരി മരണം മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് തീർച്ചയായും നമുക്ക് നല്ല വിശേഷം തന്നെയാ. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ്? ഒരു ഭാവി രാജ്യത്തെ കുറിച്ച്, അതായത് ദൈവം തലവനായി, ക്രിസ്തു ശരീരമായി, നമ്മൾ ക്രിസ്തുവിലെ അവയവങ്ങളായുള്ള വൺ ബോഡി ഫ്യൂച്ചർ കിങ്ഡം, അതിനെക്കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. അതാണ് ഹെബ്രായ ലേഖനം 2:5 വരുമ്പോ, ഒന്ന് ദിവസം ഒന്ന് വായിച്ചേ. ഹെബ്രായ ലേഖനം 2:5 വരുമ്പോ അവിടെ പറയുന്നുണ്ട്, കോമൺ ആയിട്ടാ പറയുന്നത്, അതുകൊണ്ട് നാം പ്രസ്താവിക്കുന്ന ഈ ഭാവി ലോകം, അതാണ് ഈ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നത്. അവിടെ കർത്താവ് ഇന്നത്തെ ദേവദാസന്മാരെയും വിശ്വാസികളെയും പ്രവേശിപ്പിക്കാത്തത്. യേശു പറയുന്നത്, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല ഈ ഫ്യൂച്ചർ കിങ്ഡത്തിൽ പ്രവേശിക്കുന്നത്, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരെ പ്രവേശിക്കുകയുള്ളൂ. ഇവിടെ 2:5 വായിച്ചു. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർ കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അപ്പോ ശ്രദ്ധിച്ചേ, നാം പ്രസ്താവിക്കേണ്ടത് എന്താ? നാം പ്രസ്താവിക്കേണ്ടത് എന്താ? ഒരു ഭാവി ലോകത്തെ കുറിച്ചല്ലേ, സ്വർഗരാജ്യത്തെ കുറിച്ചല്ലേ, ദൈവരാജ്യത്തെ കുറിച്ചല്ലേ. യേശു പ്രസ്താവിച്ച് കാണിച്ചെന്ന് എന്തുവാ? ഇത് തന്നെയല്ലേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഒരു ഭാവി ലോകം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തലവനായി, ക്രിസ്തു തലയുടെ ശരീരമായി, നമ്മൾ ക്രിസ്തുവിന്റെ അവയവങ്ങളായി, ദൈവത്തിന്റെ കുടുംബമായി, പ്രപഞ്ചം വാഴുന്ന കുടുംബമായി, അതാണ് നാം ഇന്ന് പ്രസ്താവിക്കുന്നത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം അതാണോ നാം പ്രസ്താവിക്കുന്നത്? അത് യേശു മരിച്ചോ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് നിന്റെ പ്രശ്നങ്ങൾ മാറും, നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ വിഷയങ്ങൾ മാറും, ഉള്ളിലെ ജോലി കയറ്റം കിട്ടും, ഇത് മാത്രം കൊണ്ട് ഒതുങ്ങുവാണ്? എന്റെ മക്കൾ, ഇതൊന്നും തരാതൊന്നും ഇരിക്കത്തില്ല. നമുക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ട ആവശ്യകത തന്നെയാണ്. എന്നാൽ ഇതൊന്നും അല്ല യേശു പ്രസംഗിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഒരു ഭാവി ലോകം വരികയാണ്. ഇതാ ദൈവവചനം പറയുന്നത്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൈവം ദൂതന്മാർക്കല്ല കൊടുത്തേക്കണേ, നമുക്കാ തന്നേക്കണേ. ആ ഭാവി ലോകത്ത് ദൂതന്മാർ നമ്മളുടെ സർവൻസ് ആണ്, നമ്മളുടെ സർവൻസ് ആണ്. അവരെല്ലാം രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളാണ്. ഈ ഒരു സംഭവം തിരിച്ചറിഞ്ഞ് നാം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കണം. അപ്പൊ ഇവിടെ പറയാണ്, 7ാമത്തെ ദൂതൻ ഊതുമ്പോഴാണ് ഈ ലോകരാജ്യത്വം സ്വർഗസ്ഥ പിതാവിന്റെ ക്രിസ്തുവിന്റെയും കയ്യിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതാണ് ഏറ്റവും വലിയ റിക്വയർമെന്റ്, കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന റിക്വയർമെന്റ് ആണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അല്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കൊള്ളാമായിരുന്നു എന്നല്ല പറഞ്ഞേ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കൊള്ളാമായിരുന്നു, സജക്ഷൻ അല്ല, നിങ്ങൾ ഈ വണ്ണം വായിച്ചു. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മനസ്സിലായോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലും ആകണം. അതിന്റെ അർത്ഥം എന്താ? സ്വർഗത്തിൽ നിന്റെ ഇഷ്ടം നടക്കുന്നുണ്ട്, അതുപോലെ ഭൂമിയിൽ നിന്റെ ഇഷ്ടം നടക്കുന്നില്ല. കാരണം ഭൂമി ലോകത്തിന്റെ കീഴിലാണ്, ഭൂമി ലോകത്തിന്റെ കീഴിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൊന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തരാമായിരുന്നു. ഭൂമി ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഭൂമി, ഈ ഭൂമിയുടെ മുകളിലെ ഭരണമാണ് ലോകം. ഓക്കെ,
ലോകത്തിന്റെ മുകളിൽ വേറൊരു ഭരണമുണ്ട്, അതാണ് ദൈവരാജ്യം. എന്റെ ഒപ്പത്തിനൊപ്പം പറയണേ. ഹല്ലേലൂയ. ഈ ഭൂമി എന്ന് പറയുന്നത് ഭൗതിക രാജ്യമാണ്. ഇവിടെയാണ് ഭൂമിയിലെ മന്ത്രിമാര്, രാജാക്കന്മാരൊക്കെ ഭരിക്കുന്നത്. അമേരിക്ക ഇപ്പൊ ട്രംപ് ഭരിക്കുന്നു, ഇന്ത്യ മോദി ഭരിക്കുന്നു, ഭൂമിയാണ്. ഇതൊക്കെ വെറും വീക്കായിട്ടുള്ള ഭരണങ്ങളാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ മരണം ഇവരെയൊക്കെ പിടിച്ച് വലിച്ചെറിയും. ഒരെണ്ണത്തിന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമിയുടെ മുകളിൽ വാഴുന്നത് മരണത്തിന്റെ അധികാരിയായ പിശാചാണ്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ തൂക്കിയെടുത്ത് കളയുന്നത്. നമ്മളെല്ലാം എടുത്ത് കളയും. കാരണം നമ്മൾ അവന്റെ കീഴിൽ കിടക്കുക. എന്നാൽ ഈ ലോകം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഭരണാധികാരി പിശാചാണ്. ലോകത്തിന്റെ ഭരണാധികാരി പിശാച്. ഭൂമിയുടെ ഭരണാധികാരികൾ മനുഷ്യരായ മരിച്ചു പോകുന്ന മക്കളാണ്. അപ്പോ ഇനി ഇതിന്റെ മുകളിൽ ഒരു അധികാരമുണ്ട്, അതാണ് ദൈവരാജ്യം. ഇവിടെയാണ് സ്വർഗസ്ഥ പിതാവ് വാഴുന്നത്. കർത്താവ് യേശു ക്രിസ്തു സ്വർഗസ്ഥ പിതാവിന് വേണ്ടി വാഴുന്നത്. സ്വർഗസ്ഥ പിതാവിന്റെ കീഴിൽ ഈ ലോക ഭരണം ആരുടെ കയ്യിലേക്ക് വരണമെന്നറിയാമോ? ക്രിസ്തുവിന്റെ കയ്യിലേക്ക് എത്തണം. അത് എത്തിയിട്ടില്ലെന്നേ. ഇവിടുത്തെ പിശാചിനെ അടിച്ച് കളഞ്ഞിട്ട് ക്രിസ്തു അവിടെ കയറണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ക്രിസ്തു കയറുമ്പോ മോളിൽ നിന്ന് പിതാവിൽ നിന്ന് ജീവൻ ക്രിസ്തുവിലൂടെ ഭൂമിയിലേക്ക് വാങ്ങിച്ചു. ഇന്ന് കയറുന്ന മരണം, പിതാവിന് ഭൂമി തൊടാൻ പറ്റണില്ല. ഓണർ പിതാവാണ്, പക്ഷെ ഭരണം പിശാചിൻ്റെതാണ്. അല്ലത് അപ്പൊ ഈ പിശാചിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ വരണം. അതാ പറഞ്ഞ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ. ഇപ്പൊ നിങ്ങൾ കേൾക്കണ എന്തുവാ? സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറണം എന്ന് പഠിപ്പിച്ചത് ആരാ? യേശു അല്ലേ? ഈ യേശു ഇത്ര ബുദ്ധിയില്ലാത്ത ആളാണോ നമ്മളത് പ്രാർത്ഥിക്കാതിരിക്കാൻ? മനസ്സിലാക്കിയാണ് പിശാചിന്റെ ഭരണം ഇതിന്റെ ഇടയിൽ നിന്നും പോകണം, ഇതിന്റെ ഇടയിൽ നിന്നും മാറിപ്പോകണം. അവിടെ യേശു കയറി വരണം. അല്ലെങ്കിൽ ഇവിടെ 3 ഭരണങ്ങൾ നമുക്ക് കാണാം. ഇവിടെ സ്വർഗസ്ഥ പിതാവ്, ഇതെല്ലാം ദൈവരാജ്യമായി തീരും. ഈ ലോകവും ദൈവരാജ്യമായി തീരും, ഭൂമിയും ദൈവരാജ്യമായി തീരും, എല്ലാം സ്വർഗരാജ്യമായി തീരും. ഈ ദൈവരാജ്യത്തിൽ 3 ഭരണത്തിന്റെ ലെവലുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരുപക്ഷെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞേ, പിതാവിന്റെയും അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് അവർക്ക് പ്രവേശനമില്ല. അതന്നെ മനസ്സിലായി. 2 കാര്യങ്ങളെ കാണാം. ഹല്ലേലൂയ. ഇനി പിതാവ് പറയുന്നുണ്ട്, പുത്രൻ പറയുന്നുണ്ട്, എന്റെ പിതാവ് എനിക്ക് രാജ്യം, കിങ്ഡം വിഭാഗിച്ചു തന്നതുപോലെ. അപ്പൊ പിതാവിന് കിങ്ഡം ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് തന്നെ വിഭാഗിച്ചു തന്നതുപോലെ. അപ്പൊ അത് പുത്രന്റെ രാജ്യം. പുത്രൻ പറയാണ്, ഞാൻ നിങ്ങൾക്ക് കിങ്ഡം വിഭാഗിച്ചു തരും. കണ്ടോ, 3 ലെവലുകളുണ്ടോ? ഇന്ന് അതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ. കാരണം കിങ്ഡം പ്രാപിക്കാൻ പോയ യേശുവിനെ കുറിച്ച് നമുക്ക് തെറ്റായ ധാരണ കിട്ടിയേക്കണം. കാരണം യേശുവിന് ആരാധനയും സ്തുതിയൊക്കെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ ഉയർത്തണം. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ ആക്കി കളഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിച്ചു, ഓക്കെ അങ്ങനെ ചെയ്താൽ മതി. അവസാനം അവിടെ ചെല്ലുമ്പോൾ യേശു പറയുന്നത്, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നതൊന്നല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തതിന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. ക്രിസ്ത്യാനികളിൽ നല്ലൊരു ബന്ധു അനുസരണക്കേട് കാണിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം ഇത് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് മേജർ ക്രിസ്തീയ ഗ്രൂപ്പ് ഇടത്തിൽ നിന്ന്. ഇത് യേശു പറയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കാൻ പറയുന്നത്. ഇംഗ്ലീഷിൽ ഹallowed be thy name എന്നാണ്. നിന്റെ നാമം മഹത്വപ്പെടണമേ, നിന്റെ രാജ്യം കിങ്ഡം വരണമേ. എവിടെ? ഭൂമിയിൽ. അങ്ങനെ നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണമേ. ഇസ് പ്യൂർലി സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വേർഡ് ഒരിക്കലും കേട്ടിട്ടുണ്ടാകത്തില്ല. ഭരണം മാറാനാ ഈ പറയണേ. അങ്ങയുടെ ഭരണം ഇങ്ങോട്ട് വരണം. അങ്ങയുടെ ഭരണം വന്നാലോ മരണമൊക്കെ ഓടിപ്പോകും. മരണമൊന്നും പിന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് അവസാനം പറയുന്നു, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. മരണം അവിടെ ഇല്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. മരണമില്ല, അവിടെ രാത്രിയില്ല. ഹല്ലേലൂയ. എടുത്ത് കളയും ഈ ഭാഗത്തേക്ക്. അപ്പൊ ഇത് നമ്മൾ വ്യക്തതയോടെ അറിയണം. അപ്പൊ ഇന്ന് ഇത് തീർച്ചയായും വരുമോ? വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് വരുമ്പോ 14 വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തലയിലേക്ക് ഇന്ന് കിരീടം ഇല്ല എങ്കിൽ അന്ന് കിരീടം വരും. തലയിൽ കിരീടം വരും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് വെളിപ്പാട് 1 കാണുന്നതിൽ കിരീടമില്ല. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് വന്നേ. ഓ
താങ്ക് യു. വേറെ അതിനു മുമ്പ് 19 വായിച്ചിട്ട് കിരീടത്തിന്റെ എണ്ണം കൂടിയിട്ട് കുറഞ്ഞു വരുന്നതാണ് കാണിക്കുക. അപ്പൊ ജനത്തിന് കൂടുതൽ മനസ്സിലാവും. 19-ാം അധ്യായത്തിൽ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടി വരുന്ന ഒരു വരവ് ഉദ്ദേശിച്ചു. ആ വരവിൽ നമുക്ക് കാണാം 19-13 മുതൽ ഇങ്ങ് വായിച്ച് യേശുക്രിസ്തുവിന്റെ പേര് ദൈവവചനമെന്ന് അതിനോട് ക്രിസ്ത്യ ക്ലിയർ ആയിട്ടാ പറയുന്നത്. 13 മുതൽ ഇങ്ങ് താഴേക്ക് വായിച്ചിട്ട് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ അതിന്റെ 12 കൂടി വായിച്ചു. ഈ കടന്നു വരുന്ന യേശു ക്രിസ്തുവിന്റെ ആ രൂപമാണ് ഇനി 11 മുതൽ വായിക്കാം. 11 മുതൽ വായിക്കാം, അന്നേരം അത് ക്ലിയർ ആകും. വായിച്ചു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ്. ഇനി ശ്രദ്ധിക്കുക, അതിന്റെ 12-ാമത്തെ വചനം അവിടെ എഴുതിയിരിക്കുകയാണ്. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, രാജമുടികളോ? അപ്പൊ രാജാവിന് പല ടൈപ്പ് മുടികളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. അതിന്റെ KJV ഞാൻ വായിക്കാം. അത് മുടികളൊന്നുമല്ല, കിരീടങ്ങൾ എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായോ? His eyes were as a flame of fire, and on his head were many crowns. അവന്റെ തലയിൽ അനേക കിരീടങ്ങൾ. മനസ്സിലായോ? ഒരു കിരീടമല്ല, അനേക കിരീടങ്ങൾ. കാരണം ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ വരിക. താൻ ഒറ്റയ്ക്കല്ല വാഴാൻ പോണേ. തന്നോടുകൂടെ ജയം പ്രാപിച്ച ഒരു കൂട്ടം ജനമുണ്ട്, ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അവരോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിച്ചാൽ എന്നോട് കൂടെ ഞാൻ എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളെ ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അവർക്കുള്ള കിരീടവും കൊണ്ടാണ് ഈ വരുന്ന വരവ്. ഭരണം പോവാ, സന്തോഷമുണ്ടോ? പക്ഷെ ഇതുവരെ ഭരണം കിട്ടിയിട്ടില്ലെന്നേ. ഇനി ക്വാളിഫൈ ആയി കഴിയുമ്പോൾ, ഇലക്ഷൻ നടന്ന് ജയം പ്രാപിച്ചു, അതിനുശേഷം നമുക്ക് കാണാൻ കഴിയും മന്ത്രിമാരെ ഓടയും ചെയ്യുന്ന കാര്യങ്ങളെ കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് വെളിപ്പാട് പുസ്തകം 14 നമുക്ക് കാണാം, ഇതാ യേശുക്രിസ്തുവിന്റെ തലയിൽ പൊൻ കിരീടം. അവിടെ ഒരു കിരീടം നമ്മൾ കാണുന്നത് കേട്ടോ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് തന്റെ സഭയെ ചേർക്കാൻ വരുന്ന ഒരു രംഗമുണ്ട്. കൊയ്ത്ത് നടക്കുക, കൊയ്ത്ത്. ഹല്ലേലൂയ. 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. വായിച്ചാൽ, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു മേഘത്തിൽ ഇരിക്കുകയാണ്. ഇതാ കയ്യിൽ അരിവാളുണ്ട്. ഭൂമിയിൽ വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. കൊയ്യാൻ ദൂതൻ ഉടനെ തന്നെ യേശു ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഇതാ വിളഞ്ഞുണങ്ങിയിരിക്കുകയാണ്. ഉടനെ മേഘത്തിൽ ഇരിക്കുന്ന ആ വ്യക്തി ഇതാ ഭൂമിയിലേക്ക് അരിവാൾ എറിയുന്നു. ഭൂമിയിൽ കൊയ്ത്ത് നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാട്ടോ, തർക്കിക്കാവുന്ന ഞാനില്ല സഹോദരങ്ങളെ. ഞാൻ മനസ്സിലാക്കിയ റാപ്ചർ ഇതാണ്. 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ താഴേക്ക് വരുന്ന സംഭവമാണ് ഞാൻ മനസ്സിലാക്കിയ റാപ്ചർ. കൊയ്ത്ത് നടക്കുകയാണ്. അങ്ങനെ ക്രിസ്തു ഇതാ എറിയുകയാണ്, അരിവാൾ എറിയുകയാണ്. ഭൂമിയിൽ കൊയ്ത്ത് നടക്കുകയാണ്. അപ്പൊ ഭൂമിയിലേക്കൊന്നും വരുന്നില്ല, മേഘത്തിൽ വന്നിട്ട് കൊയ്ത്ത് നടക്കുകയാണ്. അങ്ങനെ ഇതാ ക്വാളിഫൈ ആകപ്പെട്ട ആളുകൾ എടുക്കപ്പെടുകയാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, യേശുവിനെ നോക്കിയേ. യേശുവിനെ എപ്പോഴാണ് ആളുകളെ കൊയ്യാൻ പറ്റിയേ? തലയിൽ കിരീടം വന്നപ്പോ. നോക്കിയതറിയാം. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുത്തൻ തലയിൽ പൊൻ കിരീടം. അപ്പൊ ഇവിടെ തലയിൽ കിരീടം വന്നു.
അതായത് വെളിപ്പാട് പുസ്തകം 11 കഴിഞ്ഞിട്ടാണ് 14. ആ 11-ലാണ് ക്വാളിഫിക്കേഷൻ വന്നത്. ലോക രാജ്യത്വം നമ്മളുടെ സ്വർഗസ്ഥ പിതാവിന്, കർത്താവ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആക്കി തരികയാണ്, നമ്മളുടെ കർത്താവായ സ്വർഗസ്ഥ പിതാവിന്റെ മകനായ നമ്മളുടെ കർത്താവായ നമ്മുടെ തലയായ യേശു ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. ഇവിടെ ചിലർക്ക് സംശയം വരുന്നതുകൊണ്ട് എന്ന് പറയാം, നമ്മുടെ തല ക്രിസ്തുവിന്റെ തല സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായി ദൈവം. ഇത് ബൈബിളിലെ വചനം 10:3 പറഞ്ഞോ. ഇനി നാം ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. ഹല്ലേലൂയ. 3 അവസാന വാക്യം പറഞ്ഞേ. അപ്പൊ ഇത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതെല്ലാം കൂട്ടിക്കുഴച്ച് അവിയിലാക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇവിടെ സംഭവിക്കുന്നത്, പിന്നെ ഞാൻ വെളുത്തോരും മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. അതായത് കിങ്ഡം പ്രാപിച്ചു. യേശു കർത്താവ് കിങ്ഡം പ്രാപിച്ചു. ഇനി ഭൂമിയിൽ കൊയ്ത്ത് നടക്കുകയാണ്. അത് കഴിഞ്ഞൊരു ചെറിയൊരു പീരീഡ് ഇവിടെ പ്രസംഗങ്ങൾ നടക്കുന്ന പീരീഡാണ്. അത് കഴിഞ്ഞാൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് വരും. എന്തിനാണ്? രാജ്യത്വം പ്രാപിക്കുവാൻ വേണ്ടി. അപ്പോ അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവന് അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ റാപ്ചർ. ശ്രദ്ധിച്ചേ, ഇനി മനസ്സിലാക്കുക, ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. ദേവാലയത്തിൽ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, ക്രിസ്തുവിനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക. യേശു പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിൽ, എന്റെ ഈ വരവ് എനിക്കും അറിഞ്ഞുകൂടാ, സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിഞ്ഞുകൂടാ, പിതാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ആ പിതാവ് തന്റെ ദൂതനെ അയച്ച് പുത്രനോട് പറയുകയാണ്, ഇതാ സമയമായി. ഇതാണ് എഴുതിയിരിക്കുന്നത്, കൊയ്ത്തിന് സമയം വന്നു. ഹല്ലേലൂയ. ഇനി ഇതിനെ പോയി തർക്കിക്കാനുള്ളത് ഞാനില്ല. എന്റെ പൊന്നു മക്കളെ, നമ്മൾ എപ്പോഴും പോകാൻ റെഡിയായിരിക്കുക, വിശുദ്ധിയെ തികച്ച് ഒരുങ്ങിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഒരു കാര്യം ഇപ്പോ യേശുവിന്റെ തലയിൽ, നേരത്തെ നമ്മൾ കണ്ടു യേശുവിന്റെ തലയിൽ ധാരാളം കിരീടം, ഇവിടെ യേശുവിന്റെ തലയിൽ ഒരു കിരീടം രാജ്യത്ത് പ്രാപിച്ചു വന്നിരിക്കുക. ഇനി വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യേശു ക്രിസ്തുവിന്റെ തലയിൽ കിരീടമേ ഇല്ല. ശ്രദ്ധിച്ചാൽ മതി, കിരീടമേ ഇല്ല. കാരണം ഇവിടുന്ന് പോയത് കിരീടം പ്രാപിക്കാനാന്നേ. ഇതുവരെ കിരീടം പ്രാപിച്ചിട്ടില്ല. കിരീടം പ്രാപിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ നമുക്കറിയോ? കാരണം നമ്മളത് ഫ്യൂച്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് കിരീടം പ്രാപിക്കണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തി, രാജാവായ ഒരു വ്യക്തി മാത്രം പോരാ, വ്യക്തിക്ക് ലാൻഡ് മാത്രം പോരാ, ആ രാജ്യത്തെ വലിയ നിയമം മാത്രം പോരാ, പ്രജകൾ വേണ്ടേ? യേശുവിന് ഇല്ലാത്ത കാര്യം പ്രജകളാണ്. ഈ പ്രജകളെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് സുവിശേഷീകരണത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ സുവിശേഷീകരണം എഫക്റ്റീവ് അല്ല. നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പ്രജകളെ ഒന്നും സ്വന്തത്തിൽ എടുക്കുന്നില്ല. ഇതാണ് വിഷയം. ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിലേക്ക് എത്തുന്നില്ല ഇവര്. ഇതുകൊണ്ടാണ് കർത്താവിന് വചനം പറഞ്ഞത്, വിളിക്കപ്പെട്ട അനേകരാണ്, പക്ഷെ അതിൽ നിന്ന് ക്വാളിഫൈ ആകുന്ന, തെരഞ്ഞെടുക്കപ്പെടുന്ന വളരെ ചുരുക്കമേ ഉള്ളൂ. കേറിപ്പോണില്ല. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 24-ാം അധ്യായം അവസാന വാക്യം പറയുന്നു, ഒരു അശുദ്ധനും അവിടെ പ്രവേശിക്കത്തില്ല, ഒരു ബോഷ്ക്ക് പറയുന്നതിനോടെ പ്രവേശിക്കത്തില്ല. കാരണം ക്വാളിഫൈ ആകുന്നില്ല ജനം. അപ്പോ നമ്മൾ അതനുസരിച്ച് വേണം. നമുക്കൊരു ഉപമ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉപമ പറയുമ്പോ 10 പേരെ വിളിച്ചിട്ട് 8 പേരും പുറത്ത് ഔട്ട്. യേശു പറഞ്ഞു തരിക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് പോണതിന് മുമ്പ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ യേശുവിന്റെ രൂപം, യോഹന്നാൻ കാണുന്ന രൂപം, ഇവിടെയും അഗ്നിമയമായ കണ്ണുകളൊക്കെയാ, പക്ഷെ തലയിൽ കിരീടമില്ല. കിരീടം പ്രാപിക്കാനാണ് നമ്മൾ പോയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യോഹന്നാൻ കാണുന്ന ആ രംഗത്തേക്ക് നമുക്ക് നോക്കാം. 1-12 മുതൽ വായിച്ചു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും
വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തരയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ആ രൂപത്തെ കുറിച്ച് കാണാം. പക്ഷെ ഒറ്റ കാര്യം, തലയിൽ കിരീടമില്ല. രാജാവിന്റെ തലയിൽ കിരീടമില്ല. എങ്ങനെ ഉറപ്പാക്കാം? വെളിപ്പാട് 1:14 പറയുന്നു, അവന്റെ തലയും തലമുടിയും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. സഭയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജോലയ്ക്കൊത്തതുമായി. വെളിപ്പാട് പുസ്തകം 19 കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ തലയില് കിരീടങ്ങളുണ്ടായി. വെളിപ്പാട് പുസ്തകം 14 താൻ രാജ്യത്വം പ്രാപിച്ച് തന്റെ തലയിൽ പൊൻകിരീടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കൊയ്ത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. അതായത് ക്വാളിഫൈ ചെയ്തതിനു ശേഷം കൊയ്ത്ത് നടക്കുന്നത്, ക്വാളിഫൈ ചെയ്തതിന് മുമ്പല്ല. ഇനി ഇവിടെ സഭയ്ക്ക് ഇന്ന് നിശ്വാസം കൊടുക്കുന്ന സമയത്ത് യേശുവിന്റെ തല കിരീടം ഇല്ല. അപ്പോ ഒരുപക്ഷെ നമ്മൾ പറയാം, അപ്പൊ മറന്നുപോയതായിരിക്കും എഴുതാൻ. എല്ലാ സഹോദരങ്ങളെ, യേശുക്രിസ്തു ഇവിടുന്ന് പോയത് തന്നെ കിരീടം പ്രാപിക്കാനാ, രാജത്വം പ്രാപിക്കാനാ പോയത്. ഹല്ലേലൂയ. കിങ്ഡം പ്രാപിക്കാനാണ് പോയത്. യേശു കിങ്ഡം പ്രാപിച്ചിട്ട് വേണം നമ്മളെ അതിൽ ചേർക്കാനായിട്ട്. അപ്പോ നമുക്ക് ആ ഭാഗം കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഉടനെ ജനം ചിന്തിച്ചു, യേശുവിന്റെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യമായിരുന്നു കേട്ടോ. അപ്പൊ ജനം ചിന്തിച്ചു, ഇപ്പോൾ ദൈവരാജ്യം വരണം. യേശു ക്രിസ്തു അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ദൈവരാജ്യം വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇപ്പോഴല്ല. ഓരോ ദൈവപുത്രനും ദൈവരാജ്യം തന്നെയാണോ. യേശു പൂർണ്ണമായും ദൈവരാജ്യമാണ്. ഓക്കെ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആ ദൈവ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിൽ നിറവേറുന്ന ഒരു കാലമുണ്ട്. അത് വരുന്നത് ഇങ്ങനെയല്ല എന്ന് എങ്ങനെയാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുകയാണ് ആ രംഗം. നമുക്ക് ലൂക്കോസ് സുവിശേഷം 19 അധ്യായത്തിലേക്ക് പോയാൽ ഒരു ഉപമ കാണാം. ഞെട്ടിക്കുന്ന ഒരു ഉപമയാണ്. ആ ഉപമയില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രക്ഷിക്കപ്പെട്ടതിൽ ഒരു 80% ദൈവരാജ്യത്തിൽ കയറുന്നില്ല. എല്ലാം സിറ്റിസണാണ്, പക്ഷെ ദൈവരാജ്യത്തിന്റെ സിറ്റിസൺ ആണ്, പക്ഷെ അവർ പുറത്താക്കളെ. അതിന്റെ 11 മുതൽ ഒന്ന് വായിച്ചു. 11 മാത്രം ആദ്യം ഒന്ന് വായിച്ചിട്ടുള്ളത്. ലൂക്കോസ് 19:11 അതെ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിന് സമീപിച്ചിരിക്കിയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ. ഈ ഉപമ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവർ ചിന്തിച്ചു ദൈവരാജ്യ ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് ചിന്തിച്ചു. അപ്പോ ഇത് അവർക്ക് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ദൈവരാജ്യം വരുന്നത് എന്നാണ് യേശു കർത്താവ് അവിടെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഉപമയിലൂടെ. താഴേക്ക് വായിച്ചു. 12. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. ഒന്ന് നിൽക്കട്ടെ. ഈ കാര്യം വ്യക്തതയോടെ മനസ്സിലാക്കണം. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. ഈ ആളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഉപമയിലൂടെയാണ് പറയുന്നത്. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് കിങ്ഡം പ്രാപിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അപ്പോ യേശു ക്രിസ്തു എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തതയോടെ ബൈബിൾ ഉത്തരം പറയുന്നു. താൻ രാജ്യത്വം പ്രാപിക്കാനാണ്, കിരീടം പ്രാപിക്കാനാണ് ഇവിടുന്ന് പോയേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി താൻ എന്തുകൊണ്ടാണ് മടങ്ങി വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം അതിൽ തന്നെയുണ്ട്. അതിന്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. എന്ത് കഴിഞ്ഞാലും മടങ്ങി വരിക? രാജ്യത്വം പ്രാപിച്ചിട്ട് വേണം മടങ്ങി വരാൻ. പോയ ലക്ഷ്യം സാധിച്ചിട്ട് വേണം മടങ്ങി വരാൻ. ഹല്ലേലൂയ. ഈ നവോമി റൂത്തിനോട് പറയുന്നുണ്ട് ബോവസിനെ കുറിച്ച്. ബോവസ് യേശുവിന്റെ ഒരു പ്രോട്ടോടൈപ്പ്, നിഴല. നവോമി യേശുവിനോട്, റൂത്തിനോട് പറയാണ്,
ബോവസാണോ കാര്യം ഏറ്റെടുത്ത്? എങ്കിൽ കാര്യം സാധിച്ചിട്ടേ അവൻ അടങ്ങൂ എന്ന് പറയുന്നത് പോലെ ഇവിടെ യേശു ക്രിസ്തു പോയത് രാജത്വം പ്രാപിക്കാനാണ്. രാജത്വം പ്രാപിച്ചിട്ട് മടങ്ങി വരും. മനസ്സിലായോ? പോയ ആള് യേശു ആയതുകൊണ്ട്, ക്രിസ്തു ആയതുകൊണ്ട് രാജത്വം പ്രാപിച്ച് തന്നെ മടങ്ങി വരികയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു രംഗം നമ്മൾ വളരെ വ്യക്തതയോടെ തിരിച്ചറിയണം. യേശുക്രിസ്തു പറഞ്ഞു ഓർക്കുന്നുണ്ടോ ശിഷ്യന്മാരോട്? ഇതേ അനുഭവമാണ്. കാരണം എന്റെ ഇനി അടുത്ത സന്തോഷം നിങ്ങളുമായി ഈ കിങ്ഡത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. യേശു പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ മുന്തിരിവള്ളി അവസാന അത്താഴത്തിൽ മുന്തിരിവള്ളിയുടെ വീഞ്ഞ് കഴിക്കുമ്പോൾ യേശു പറയുന്ന ഒരു രംഗമുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു രംഗം എനിക്ക് വരണമെങ്കിൽ, അതായത് ഞാൻ ഫുൾ ടൈം വർക്കിലാണെന്നാണ് യേശു പറയുന്നത്. എന്തിനാണ്? കിങ്ഡം എസ്റ്റാബ്ലിഷ്, കിങ്ഡം പ്രാപിക്കാൻ. നിങ്ങളുമായി ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുന്ന ആ നാളിലാണ് ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം കഴിക്കത്തുള്ളൂ. ഒരു സെൽഫ് പ്ലഡ്ജാണ്. നമ്മൾ ആരും യേശുവിനോട് പറഞ്ഞില്ല മുന്തിരിവള്ളിയുടെ അനുഭവം കഴിക്കരുതെന്നൊന്നും. അതായത് യഹൂദന്റെ സന്തോഷ വേളയിൽ വിളമ്പുന്ന കാര്യവുമാണ് ഈ മുന്തിരിവള്ളി ആഘോഷവേളയിൽ. അതായത് യേശു പറയുന്നത് ഇനി എന്റെ അടുത്ത ആഘോഷം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നിങ്ങളുമായി പന്തിക്കിരിക്കുന്ന സമയമാണ് എന്റെ അടുത്ത ആഘോഷം. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ആഘോഷം എപ്പായിരിക്കണം മക്കളെ? ഈ യേശുവിനോട് കൂടെ ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുമ്പോഴായിരിക്കട്ടെ. ആ യേശുവല്ലേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയുന്നു കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. യേശു പോയി. യേശു പോയ ശിഷ്യന്മാരോട് പറഞ്ഞെന്താ? ഞാൻ ഈ പോയതുപോലെ തന്നെ മടങ്ങി വരും. പോയപ്പോ കിരീടം ഇല്ല മക്കളെ. ഇനി ശ്രദ്ധിച്ചോ, വരുമ്പോ ഒരു കിരീടമല്ല എനിക്ക് നിങ്ങൾക്കും തരുവാൻ, ജയം പ്രാപിച്ചോക്കെ എല്ലാവർക്കും അല്ല, ജയിച്ചു നിൽക്കുന്ന ഏവർക്കും തരുവാൻ അനേക കിരീടങ്ങളുമായി വരും. നമ്മൾ കണ്ടിട്ടില്ലേ പണ്ടൊക്കെ, എപ്പോഴൊന്നും അല്ല കേട്ടോ, പണ്ടൊക്കെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും ദുബായിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നേരത്ത് കണ്ടിട്ടില്ലേ ഒരു അംബാസഡർ കാറിന്റെ മുകളിൽ പെട്ടിയും അതും ഇതൊക്കെ കെട്ടി ആ അംബാസഡർ കാർ ഇങ്ങനെ വന്ന കാണുമ്പോ ഇന്നാണ് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. ആ വന്നു കഴിഞ്ഞ അംബാസഡർ കാറിന്റെ മുകളിൽ നിന്ന് ആ പെട്ടിയെ കഴിച്ച് എല്ലാവരും നോക്കിക്കോ ഞങ്ങൾക്കുള്ളത് എന്ന ചിന്തയിൽ അതിനേക്കാൾ ഉപരിയാണ് യേശു കർത്താവ് രാജ്യത്വം പ്രാപിക്കാൻ പോയിരിക്കുകയാണ്. ഈ രാജ്യത്വം പ്രാപിച്ച് തിരികെ വരികയാണ്. എനിക്കും നിങ്ങൾക്കും ഉള്ളത് എന്നോട് പറഞ്ഞു, നിനക്കുള്ളത് ആരും എടുത്തുകൊണ്ട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളൂ. അപ്പോഴും യേശുവിനൊരു സംശയം ഉണ്ടായിരുന്നു, മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. സാത്താനും അവന്റേതായ പാസ്റ്റർമാരും അച്ഛന്മാരും ആ എല്ലാ ആടുകളുടെ വേഷം വീണ്ടിട്ടുള്ള വിശ്വാസികളും ചേർന്ന് എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അടിച്ചു മാറ്റുമോ എന്ന് യേശുവിന് സംശയമുണ്ട്. ഇപ്പോഴും സംശയം. അടിച്ചു മാറ്റപ്പെടലോ മക്കളെ, അടിച്ചു മാറ്റപ്പെടലേ. ഹല്ലേലൂയ. സാത്താൻ പോലും പ്രഭാപൂരമായ മാലാഖയുടെ വേഷം അണിഞ്ഞു വരും. അതുകൊണ്ട് അവന്റെ ദാസന്മാരും നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം അണിയുന്നതിൽ അതിശയമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് വീണുപോകാൻ ഇടയാകല്ലേ. ഫലം പുരുഷത്തെ തിരിച്ചറിയുക. വേരോവേരുള്ളവരെ പോലെ ആ വചനം അങ്ങനെ തന്നെയാണോ എന്ന് വിശുദ്ധ ബൈബിൾ നോക്കി ഉറപ്പിക്കുക. അത് മാത്രമല്ല, അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി ആയിട്ട് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ഒരു പ്രസംഗം കഴിഞ്ഞ ശേഷം എന്നെ എത്രമാത്രം ക്രിസ്ത്യാനിരൂപനാകാൻ ഈ സന്ദേശം സഹായിച്ചു, എന്നെ എത്രമാത്രം സ്വർഗസ്ഥ പിതാവിനോട് ദൈവരാജ്യത്തോട് അടുക്കാൻ ഈ സന്ദേശം സഹായിച്ചു, അല്ല എന്റെ ഇക്കിളി വികാരങ്ങളെ മാത്രം സന്തോഷിപ്പിച്ചതാണോ ഈ സന്ദേശം എന്ന് ഒരു തിരിച്ചറിയുക. അല്ല എങ്കിൽ എന്നെ ഇന്നത്തെ പ്രശ്നങ്ങളെ മാത്രം ഒന്ന് കംഫർട്ട് ചെയ്ത ഹോപ്പ് തന്നത് മാത്രമാണോ ഇതൊന്ന് തിരിച്ചറിയുക. എന്നിട്ട് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ ഇത് എത്ര പരിഹരിക്കപ്പെട്ടാൽ ഈ പ്രശ്നം ഒന്നും അവസാനിക്കത്തില്ല. മരണം ഇതിനെല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് നിത്യമായ പരിഹാരത്തിന്റെ പുറകെ നിൽക്കുക ഓരോ കുഞ്ഞുങ്ങളെയും ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയാണ്, ഈ കുലീനായ മനുഷ്യനും രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയപ്പോ എന്ത് ചെയ്യുന്നറിയാമോ? 10 ദാസന്മാരെ വിളിച്ചു. അപ്പൊ യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്റെ രൂപം പറയാണോ? 10 ദാസന്മാരെ വിളിച്ചു. താഴേക്ക് വായിക്കൂ ദേവാസനെ. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച്
അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് ഒരു അതിശയം കണ്ടോ? ഈ രാജാവിന്റെ പൗരന്മാർ, ഈ കുലീനനായ മനുഷ്യനുണ്ടല്ലോ, ഈ കുലീനനായ മനുഷ്യന്റെ പൗരന്മാർ, സിറ്റിസൺസ് എന്നാണ് ഇംഗ്ലീഷില്, പൗരന്മാർ ഈ രാജ്യത്വം പ്രാപിക്കാൻ പോയ, അതായത് സഭയെ കുറിച്ചാണ് പറയണേ, ഈ സഭയെ കുറിച്ചാണ് പറയണേ. കുലീനനായ ഈ മനുഷ്യൻ, നമ്മുടെ ഭാഷയിൽ യേശു ക്രിസ്തുവിന്റെ പൗരന്മാർ അവനെ പകച്ചു, ഈ രാജാവിനെ പകച്ചു. സിറ്റിസൺസ് ആണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം. ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കുമ്പോ നമുക്ക് അവിടെ കാണാം, രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന നമ്മുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നമ്മുടെ എത്ര ഇന്ത്യക്കാരാണെന്നറിയാമോ പൗരത്വം കിട്ടാൻ ആഗ്രഹിക്കുന്നത്? പക്ഷെ ഒരെണ്ണത്തിനും പൗരത്വം കൊടുക്കുന്നില്ല. വളരെ റെസ്ട്രിക്ഷൻ ആണ് അവിടെ. പകരം അവിടെ ഇൻവെസ്റ്റർ വിസ കൊടുക്കുന്നു, ഗോൾഡൻ വിസ കൊടുക്കുന്നു. നമ്മുടെ ഫിലിം സ്റ്റാർസ്, സെലിബ്രിറ്റീസ് ഒക്കെ ഗോൾഡൻ വിസയുടെ പുറകിൽ, ഇൻവെസ്റ്റർ വിസയുടെ പുറകിലൊക്കെയാണ്. പക്ഷെ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവരാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് വന്നിരിക്കുകയാണേ. ക്രിസ്തു എന്ന രാജാവിലൂടെ നമുക്ക് സിറ്റിസൺഷിപ്പ് വന്നിരിക്കുകയാണ്. വായിച്ചാട്ടെ 3:19, ഫിലിപ്പിയർ 3:19. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പൗരത്വ സ്വർഗത്തില. ഭൂമിയിൽ റേഷൻ കാർഡിലും ആധാർ കാർഡിലും മാത്രം പേരുണ്ടായിരുന്ന ഭൂമിയിലെ പൗരത്വമുള്ള നമ്മുടെ പൗരത്വം എങ്ങനെ സ്വർഗത്തിലായി? യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി നമ്മളെ തന്നിൽ പുതിയ സൃഷ്ടികളാക്കി അതിൽ നാം വീണ്ടും ജനിച്ചപ്പോഴാണ് സ്വർഗത്തിൽ പൗരത്വം കിട്ടിയത്. ഇവിടെ പറയാണ്, ആ പൗരത്വം ലഭിച്ചവർ യേശുവിനെ പകയ്ക്കുകയാണ്. ആ പൗരത്വം ലഭിച്ചവർ യേശുവിനെ പകച്ചിട്ട് ഒരു സന്ദേശം അയക്കുകയാണ് സ്വർഗസ്ഥ പിതാവിന്. സ്വർഗസ്ഥ പിതാവിന് സന്ദേശം അയക്കുക. എന്താ സന്ദേശം എന്ന് അറിയാമോ? ഈ യേശു ഉണ്ടല്ലോ, ഇവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നമുക്കത് വീണ്ടും നമ്മള് ചിന്തിച്ച ആ ഭാഗത്തേക്ക് വരാം. ലൂക്കോസ് സുവിശേഷം 19 അധ്യായത്തിലേക്ക് ആണല്ലോ നമ്മൾ ചിന്തിച്ചത്. അവിടെ ഇവരയക്കുന്ന സന്ദേശം ഇതാണ്. അതിന്റെ 14 മുതൽ വായിച്ചു. അവന്റെ പൗരന്മാരോ അവനെ പകച്ചു, അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിക്കാൻ പോയിരിക്കുവോ? ഇവിടെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനിച്ച് സ്വർഗീയ പൗരത്വം ലഭിച്ചിരിക്കുന്ന ഇതാണ് യേശു ക്രിസ്തു നിക്കോദിമോസിനോട് പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ദൈവരാജ്യം കടക്കണമെങ്കിൽ വീണ്ടും ജന്മത്തിലൂടെ കടക്കണം. സിറ്റിസൺഷിപ്പ് കിട്ടിയത്. അങ്ങനെ പൗരന്മാരായിരിക്കുന്ന വ്യക്തികള് സന്ദേശം അയക്കുക. ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് സന്ദേശം വിടുക. നമ്മളോട് എന്നാ പറഞ്ഞേ? യേശു കർത്താവ് നമ്മളോട് എന്നാ പറഞ്ഞേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവിനോട് ഇങ്ങനെ പറയണം. സ്വർഗസ്ഥ പിതാവിനോട് ഇങ്ങനെ പറയണം. എങ്ങനെ പറയണം? ഞാൻ ഒരു സെക്കൻഡ് സൈലന്റ് ആകുന്നു. എങ്ങനെ പറയണം? സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാം മാത്രം പറയണം. എങ്ങനെ? അങ്ങയുടെ രാജ്യത്വം ഭൂമിയിൽ വരണം. അങ്ങനെ പറയാനല്ലേ പറഞ്ഞേ? ദൈവത്തിന്റെ രാജ്യത്വം കൊണ്ടുവരാൻ വേണ്ടി കടന്നു വന്ന തന്റെ മകനെ ഇപ്പൊ രാജാവാക്കണ്ടെന്നാ നമ്മൾ പറയണേ. ഇവൻ രാജാവായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ആര് പറയണേ? സിറ്റിസൺ പറയണേ, പുറമേ ഉള്ളവരല്ല. അവന്റെ പൗരന്മാർ അവനെ പകച്ചു. ലോകമക്കളാ പറഞ്ഞെങ്കിൽ ഓക്കെ. അവന്റെ പൗരന്മാർ, ഈ 10 ദ്രഹ്മ കൊടുത്ത പൗരന്മാരുണ്ടല്ലോ, ഈ 10 ദ്രഹ്മ കൊടുത്ത പൗരന്മാരിൽ ബഹുഭൂരിപക്ഷവും ഇവിടുന്ന് സന്ദേശം അയക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവരുടെ സന്ദേശം അയക്കാൻ എഴുതി വെച്ചേക്കണേ.
അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. പ്രതിനിധികൾ പോവാണ്, പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക്, ക്രിസ്തു ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. മനസ്സിലായോ? ഹല്ലേലൂയ. ഞങ്ങൾക്ക് സമ്മതമല്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ ആരും അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ. സഹോദരങ്ങളെ, ദൈവരാജ്യ വ്യവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നാം നല്ലൊരു ഈ സന്ദേശം അയച്ചുകൊണ്ടേയിരിക്കുക. ഡേ ബൈ ഡേ പിശാച് അവിടെ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അവന് ഇതാ ആ ചാക്കോച്ചന് ഈ മേരിക്കുട്ടിക്കൊന്നും നിന്റെ ഭരണമൊന്നും വേണ്ട, അവർക്ക് വേണ്ടത് അവരുടെ ഭരണം. മനസ്സിലായോ? അവരുടെ സ്വയം ഭരണം, അവർക്ക് നിന്റെ ഭരണമൊന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാമോ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, ഞങ്ങൾ എങ്ങനെ ഈ സന്ദേശം അയച്ചേ? ദൈവരാജ്യത്തിൽ നമ്മളുടെ ഇൻഡിപെൻഡന്റ് ആയ സ്വന്തം ഭരണം ഇല്ല. ഇന്ത്യയിൽ പാകിസ്ഥാന്റെ ഭരണം ഇല്ലാത്തതുപോലെ ദൈവരാജ്യത്തിൽ ഷാജിയുടെയോ സാജുവിന്റെയോ വേറെ XYZ പാസ്റ്ററിന്റെയോ അച്ഛന്റെയോ മെത്രാന്റെയോ ഇൻഡിപെൻഡന്റ് ഭരണം ഇല്ല. അങ്ങനെ ഒരാൾ ഭരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി സന്ദേശം അയക്കുകയാണ്, ഐ ആം യുവർ എനിമി. മനസ്സിലായോ? ഐ ആം യുവർ എനിമി. നീ രാജാവായി എനിക്ക് ഇഷ്ടമല്ല, ഇത് എന്റെ സാമ്രാജ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴാ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. നോ 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 നോ. നമ്മൾ എപ്പോഴൊക്കെ അങ്ങനെ പറയുന്നു, നാം പ്രതിനിധികളെ അയക്കുകയാണ്. ക്രിസ്തു എനിക്ക് രാജാവായിരിക്കുന്നത് എനിക്ക് ഇഷ്ടം അല്ല. മനസ്സിലായോ? ഈവൻ ക്രിസ്തു പോലും എന്താ പറയണേ, ദൈവരാജ്യത്തിലെ പ്രധാന രാജാവാണ് ക്രിസ്തു. സ്വർഗീയ പിതാവ് നേരിട്ടാണ് ഓടെ ചെയ്തേക്കണേ. ആ ക്രിസ്തു പറയുക, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാ ചെയ്യുന്നത്? സ്വർഗസ്ഥ പിതാവ് എന്നിലൂടെ ചെയ്യുകയാ ചെയ്യുന്നത്. ഇതാണ് ദൈവരാജ്യം. ലോകരാജ്യത്തെ അങ്ങനെയല്ല. നമ്മളങ്ങ് കയറിയങ്ങ് ചെയ്യുക. നമ്മളെല്ലാവരും തെറ്റിപ്പോയി. എങ്ങോട്ടാ തെറ്റിപ്പോയെ? യേശു 53:6 പറയുകയാണ്, നാം നമ്മുടെ സ്വയത്തിലേക്ക്, നമ്മുടെ സ്വന്തം വഴിയിലേക്ക്, താന്റെ ഇഷ്ടത്തിലേക്ക് നാം തെറ്റിപ്പോയി. യേശു 53:6 ഭയങ്കര പ്രാധാന്യമുള്ള വേടാ. നമ്മൾ ഇരിക്കുന്നത് നമ്മളുടെ തെറ്റെന്ന് പറയുന്ന കള്ളു കുടിച്ചു, വീഡിയോ വലിച്ചു, സിഗരറ്റ് വലിച്ചു, അയാൾ തെറി വിളിച്ചു. തീർച്ചയായും അതൊക്കെ തെറ്റ് തന്നെയാ. പക്ഷെ ഇതൊന്നും അല്ല മേജർ തെറ്റ്. തെറ്റെന്ന് പറയുന്നത് നാം എല്ലാവരും, യേശു 53:6 എടുത്തത് ബ്രദറെ, 53:6 യേശു 53:6 നമ്മുടെ പ്രധാന തെറ്റെന്ന് പറയുന്നത് നാം ദൈവഭരണത്തെ വിട്ടിട്ട് നമ്മുടെ സ്വയം ഭരണത്തിലേക്ക് നാം മാറിപ്പോയി. ദൈവരാജ്യത്തിൽ രാജ്യത്തിലേക്ക് മാറിപ്പോയി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഇവിടെ പറയണം, നാം എല്ലാ ആടുകളെ പോലെ തെറ്റിപ്പോയി. അപ്പൊ നമ്മുടെ തെറ്റെന്താണെന്ന് അവിടെ എഴുതിയേക്കണേ? കണ്ണുപിടിച്ചു, വീണ്ടു വെച്ചു, തെറി പറഞ്ഞു, ഇതെല്ലാം അതൊക്കെ തെറ്റ് തന്നെയാ. അതൊക്കെ ഈ തെറ്റിന്റെ റിസൾട്ടാണ്. എന്താണ് നമ്മുടെ തെറ്റ്? നാം ദൈവരാജ്യത്ത് നിന്ന് പുറത്തുപോയി. എങ്ങോട്ടേക്ക്? താങ്കാന്റെ വഴിയിലേക്ക്, തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് പോയി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. നാം എല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു പോയി. എല്ലാവരും സ്വന്തം രാജ്യക്കാരായി മാറി. എല്ലാവരും സ്വന്തം രാജ്യക്കാരായി മാറി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ തെറ്റ്. ആ സ്വന്തം രാജ്യക്കാരായി മാറിയപ്പോ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അകൃത്യങ്ങൾ അതുവഴി വരാൻ തുടങ്ങി. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പൊ സ്വന്തം ബുദ്ധിയിലേക്ക് വന്നപ്പോ ധാരാളം അകൃത്യങ്ങൾ. അവൻ സ്വന്തം ഈ അകൃത്യങ്ങളെല്ലാം യേശുവിന്റെ മേലെ ചവിട്ടി. യേശുവിന്റെ മേലെ ചവിട്ടിയിട്ട് നമ്മളെ അങ്ങ് ഫ്രീ ആക്കുക. അതായത് യേശുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ വന്നു. തുടർന്ന് യേശു പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. യേശു 25 പ്രാവശ്യം, പല വട്ടം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലെ യേശു തന്നെ സ്തുതിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ പിതാവിന് കൊടുക്കുന്ന എല്ലാ ബഹുമാനവും പുത്രന് കൊടുക്കാം. പക്ഷെ യേശു ക്രിസ്തു 25 പ്രാവശ്യത്തിലധികം 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്
ഞാൻ ട്യൂഷനിൽ പറഞ്ഞിരിക്കുക, ഫോളോ മീ, എന്നെ അനുഗമിക്കേ. ഈ എന്നെ അനുഗമിക്കേ എന്ന ഈ സംഭവം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം രാജ്യക്കാരായി. അതായത് യേശുവെ അനുഗമിക്കണമെങ്കിൽ സ്തുതി ആരാധന കൊടുത്ത പോരാ. യേശുവെ അനുഗമിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം പറയാ, തന്നെത്താൻ ത്യജിച്ച് അനുദിനം, തന്നെത്താൻ ത്യജിച്ചെന്ന് പറഞ്ഞാൽ തന്റെ രാജ്യത്തെ ത്യജിക്കണം, തന്റെ സ്വയത്തെ ത്യജിക്കണം. ഇനി ഞാൻ രാജാവല്ല, ഇനി എന്റെ രാജാവ്. രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞു, യേശുവേ അങ്ങാണ് എന്റെ രാജാവ്, അങ്ങാണ് എന്റെ കർത്താവ്. അങ്ങനെ യേശു ആയിരിക്കണം നമ്മുടെ കർത്താവ്, യേശു ആയിരിക്കണം നമ്മുടെ രാജാവ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് ഇല്ലാതെ ഈ യേശുവെ അനുഗമിക്കുന്നത് വിട്ടിട്ട് നമുക്ക് എളുപ്പമുള്ളതൊക്കെ നോക്കി പറക്കെടുക്കും. യേശുവെ സ്തുതിച്ചു, യേശു ഉയർത്തി. എന്റെ മക്കളെ, യേശുവെ സ്തുതിക്കൂ, ഉയർത്തൊക്കെ ചെയ്യും. പക്ഷെ യേശു അനുഗമിക്കുന്നത് വിട്ടാൽ ഡേഞ്ചറസ് സോണിലായി. കാരണം യേശുവെ അനുഗമിക്കുമ്പോഴാണ് നാം ദൈവരാജ്യക്കാരാകുന്നത്. കാരണം യേശുവെ അനുഗമിക്കുമ്പോൾ നമ്മൾ സ്വയത്തെ ത്യജിക്കുകയാണ്. സ്വയത്തെ ത്യജിക്കുമ്പോൾ തന്നെ ഇതാ നമ്മൾ ദൈവരാജ്യത്തിൽ കൊടുക്കുന്ന സന്ദേശം, ഞാൻ എന്റെ രാജ്യക്കാരനല്ല, ഞാൻ എന്റെ സ്വന്തം രാജ്യക്കാരനല്ല, ഞാൻ ദൈവരാജ്യക്കാരനാണ് എന്ന സന്ദേശമാണ് നാം സ്വയത്തെ ത്യജിക്കുമ്പോൾ നാം പോലും അറിയാതെ നാം ദൈവസന്നിധിയിൽ കൊടുക്കും. അപ്പൊ ഇത് വളരെ വ്യക്തതയോടെ തിരിച്ചറിയുക, എന്നിട്ട് പ്രവർത്തിക്കുക. ഇനി ഈ കൂട്ടരാണ് സഭയിലധികവും. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. ഇതാ 19 അധ്യായം അതിലെ 15 വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. ഇനി യേശു ക്രിസ്തു എന്ത് ചെയ്തു? എത്രാമത്തെ വാക്യ പക്ഷേ? അതിന്റെ 15ാമത്തെ വാക്യമാണ് വായിക്കേണ്ടത്. ഈ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു എപ്പോൾ മടങ്ങി വരും എന്നുള്ളതിന് വീണ്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വീണ്ടും ഉത്തരം കിട്ടാൻ പോവാ. ഇന്ന് അനേകർ ചിന്തിക്കുകയാണ്, യേശു വന്നില്ലല്ലോ. ഈ വാക്യം ശ്രദ്ധിച്ചാൽ യേശു ഒക്കെ വരുമെന്ന്. വായിക്കും, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്ത ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. അപ്പൊ ഈ പോയ യേശു എന്ത് ചെയ്യും? തിരിച്ചു വരും. എപ്പോഴാ തിരിച്ചു വരുന്നേ? ഇത് രണ്ടാമത് വീണ്ടും ഉറപ്പിക്കുക. 11 നമ്മൾ നേരത്തെ കണ്ടു 12ാമത്തെ വാക്യത്തിൽ. ഇപ്പൊ 15ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാണ്, അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോ. അപ്പൊ യേശു എപ്പോഴേ മടങ്ങി വരൂ? ഉത്തരം, രാജത്വം പ്രാപിക്കണം. ഇപ്പൊ തലയിൽ കിരീടമില്ല. രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി 7 സഭകളുടെ മധ്യ, 7 നിലവിളക്കിന്റെ മധ്യ താൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ ഇലക്ഷൻ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ കേൾക്കാറില്ലേ? ഒരു ഇലക്ഷൻ നിന്ന ഒരാള് എല്ലായിടത്തും വീടുകളിൽ കയറി ഇറങ്ങി എന്തോ വീട്ടിൽ പോലും നിന്നെ കാണാനില്ലല്ലോ. ഇലക്ഷൻ പ്രവർത്തനമല്ലേ അമ്മച്ചി, എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റും? തന്റെ അമ്മയോട് പറയുക. ഇതേപോലെ യേശു 7 പൊൻ നിലവിളക്ക് ഇടയിൽ നിന്ന് സഭകളോട് സംസാരിക്കുക. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തത് ശരിയല്ല, അതിലൊരു കുറ്റമുണ്ട്, ഇത് മാറി ചെയ്യണം. എല്ലാ സഭയ്ക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എന്തിനാണ്? തന്റെ തലയിൽ കിരീടം വരണം. ക്വാളിഫൈ ചെയ്യപ്പെട്ട പ്രജകൾ, സിറ്റിസൺസ് വരണം. ഹല്ലേലൂയ. അങ്ങനെ രാജ്യത്വം പ്രാപിച്ചാൽ യേശു ക്രിസ്തു മടങ്ങി വരുന്നേ. അതുകൊണ്ടാണ് അതിന്റെ 12ാം വാക്യം പറയുന്നത്, 15ാം വാക്യം പറയുന്നു, 12ാം വാക്യം പറയുന്നത് രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി, രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്ന് വിചാരിച്ച കുലീനനായ ഒരു വ്യക്തി കടന്നുപോയി. 15ാം വാക്യം പറയുന്നു, അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോ. അപ്പൊ മടങ്ങി വരണമെങ്കിൽ രാജ്യത്വം പ്രാപിക്കണമെങ്കിൽ നമ്മളുടെ വലിയൊരു പാർട്ട് അവിടെ കിടക്കുന്നു. ഹല്ലേലൂയ. രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ എന്ത് ചെയ്യുന്നറിയാമോ? താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്നറിയേണ്ടതിനെ അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. ദ്രവ്യം കൊടുത്ത ദാസന്മാർ എന്ത് ചെയ്യുന്നറിയണ്ട? 10 പേർക്ക് കൊടുത്തല്ലോ. എല്ലാവർക്കും ഓരോരോ ദ്രവ്യം വെച്ചോ കൊടുത്തേ. 10 പേർക്ക് കൊടുത്തു. അവർ എന്ത് ചെയ്തു എന്ന് അറിയണ്ടേ? ഇനി പലർക്കും ഒരു സംശയമുണ്ട്, ബ്രദറെ നിങ്ങൾ ചുമ്മാ പറയുകയല്ലേ, ഞങ്ങൾ ഈ സ്തുതിയാരാധന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്, അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. രക്ഷിക്കപ്പെടുക, സ്തുതിയാരാധന നടത്തുക, യേശു ഉയർത്തുക, ഇങ്ങനെ കിങ്ഡം പ്രാപിക്കും, ഞങ്ങള് ഭരണാധികാരികളാവുന്നൊക്കെ അങ്ങ് ചുമ്മാ പറയുന്നതല്ലേ? അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ താഴെയുള്ള വചനം ഒന്ന് കേട്ടോ.
ഓക്കെ, അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചു ദേവാസിനെ, 16 താഴേക്ക്. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നന്ന്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ ശ്രദ്ധിച്ചേ, ഇനി എനിക്ക് രാജ്യങ്ങളൊന്നും ഭരണിക്കാൻ കിട്ടത്തില്ല, എനിക്ക് ഭരണമൊന്നും കിട്ടത്തില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇതാ യേശു കർത്താവ് ഇവിടെ പറയാണ്, ഒന്ന് കൊണ്ട് 10 നേടിയവനെ യേശു കർത്താവ് അവരോട് പറയാണ് 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്കുക. സഹോദരങ്ങളെ, 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്കുക. അപ്പൊ നമ്മളുടെ ഇതുവരെയുള്ള കൺസെപ്റ്റ് ഒക്കെ തെറ്റല്ലേ? ഞാൻ ചുമ്മാ രക്ഷിക്കപ്പെടൽ മാത്രമേ ഉള്ളൂ, എനിക്ക് ഭരണമൊന്നും എനിക്ക് കിട്ടത്തില്ല. ഇവിടെ 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്കുക. ഹല്ലേലൂയ. എന്റെ അകത്ത് ഒരു കുസൃതി ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നതാണ്. സാജുദാറെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരി ആയിരിക്കുക എന്ന് സാജുദാറിനോട് പറഞ്ഞാൽ സാജുദാർ ഏത് പട്ടണങ്ങളിലേക്കായിരിക്കും തെരഞ്ഞെടുക്കാൻ പോകുന്നത്? ഞാൻ ഈ ഉത്തർപ്രദേശിലുള്ള 10 പട്ടണം തെരഞ്ഞെടുക്കുള്ളൂ. ആദ്യത്തേത് വാരണാസി. ഓ, പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്കുക. ഹല്ലേലൂയ. മകളെ, കിങ്ഡം യേശു പറഞ്ഞ ചെറിയ ആട്ടിൻകുട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം ഭരണം നിങ്ങൾക്ക് ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അല്ലാണ്ട് വെറും സ്തുതി ആരാധന ഒതുക്കുകയല്ല വേണ്ടത്. ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഹല്ലേലൂയ. ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ഇപ്പൊ സാജു സ്കൂളിൽ അധ്വാനിക്കുന്നു, ഞാനിതാ ഗൾഫിൽ അധ്വാനിക്കുന്നു, അപ്പോൾ തന്നെ ഞാനിതാ കൃഷിസ്ഥലങ്ങളിൽ അധ്വാനിക്കുന്നു. ഇതൊക്കെ നമുക്ക് വേണ്ടത് തന്നെയാ. പക്ഷെ അതിനേക്കാൾ വലിയ കൃഷിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ച സോൾസുകളെ നേടുക എന്നുള്ളത്. മനസ്സിലായോ? സോൾസുകളെ നേടുക. അതിനാണ് എറണാകുളത്ത് പ്രാസ്ഥാനാലയ ധ്യാന കേന്ദ്രം. ഓരോ മാസവും ഒരു കൊയ്ത്താണ് അവിടെ. ഇന്ന് പലരും പറയുന്നു, ഇതാ ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ, ബന്ധക്കോസ്തുകാരുടെ ജീവിതത്തിൽ പുതിയതായിട്ട് വരുന്നൊരു വളരെ വിരളമാ മക്കൾ ധ്യാനപ്പെട്ട് മക്കളുടെ മക്കൾ ധ്യാനപ്പെട്ട് കയറുന്നതേ ഉള്ളൂ എന്ന്. എന്നാൽ കർത്താവിന്റെ കരുണയാൽ ഞാൻ എന്റെ ശുശ്രൂഷയെ കാണുന്ന പല മക്കൾ ഓരോ മാസവും കൊണ്ട് ധ്യാനപ്പെടാൻ ഒരു കുറച്ച് ആളുകൾ മാസം. അപ്പോ അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ വ്യക്തിത്വങ്ങൾ അവിടെ എത്തണം. അവരുടേതായ ക്വാളിറ്റി മാറണം, അവരുടേതായ സ്വഭാവം മാറണം. എങ്കിലാണ് അത് ഞങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലമായിട്ട് മാറുള്ളൂ. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പുസ്തകങ്ങളൊക്കെ പറയുന്നത്, അതായത് നിങ്ങൾ വക്രതയും കോട്ടവും ഉള്ള ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് നിങ്ങൾ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുക. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോ അധ്വാനിച്ചത് വെറുതെ ആയില്ല എന്ന് കർത്താവിന്റെ നാളിൽ പ്രശംസിപ്പാൻ ഇടയാകും. അതുകൊണ്ട് ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുകയാണ്. കുഞ്ഞെ, നീ ആരായിക്കോട്ടെ, നിന്നെ എൻകറേജ് ചെയ്യുക. ഒന്ന്, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് യേശു അനുഗമിക്കാൻ തുടങ്ങുക. 2, യേശു തന്ന പ്രൊഫഷൻ ഉണ്ടല്ലോ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ മനുഷ്യരെ സോൾ എക്സ്പോർട്ടേഴ്സ്. അങ്ങനെ സോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ജോലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കാം. നിങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ എന്നെ കർത്താവ് പഠിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെ സഹായിക്കും. അതിന്റെ സോൾ എക്സ്പോർട്ടേഴ്സ് ആയി തീരാം. അപ്പൊ ഇവിടെ പറയാണ്, 1 കൊണ്ട് 10 നേടിയവനോട് പറയണം 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായി. ഹല്ലേലൂയ. ധാരാളം കാര്യങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. കർത്താവിന്റെ മനസ്സിലാണ് 1 കൊണ്ട് 10 എങ്ങനെയാണ്, 10 സോൾസ് ആണോ, അതോ അതോടൊപ്പം തന്നെ വേറെ പലതും ഒക്കെ ഉണ്ടോ? കർത്താവ് ഉപമയിലൂടെ കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് എന്താ തന്നത് അതെന്ത് ചെയ്യണം? അത് ട്രേഡ് ചെയ്യണം. നല്ല ബിസിനസ്സുകാരായി മാറുക. ഇതാണ് ഫാദേഴ്സ് ബിസിനസ് എന്ന് കർത്താവ് യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശു ചെയ്യുന്നത് ഫാദേഴ്സ് ബിസിനസ്സാണ്. അങ്ങനെ നല്ല ട്രേഡേഴ്സ് ആയി മാറാൻ. ട്രേഡർ എന്താ ചെയ്യണേ? കയ്യിൽ കുറച്ചേ ഉള്ളൂ, അത് വ്യാപാരം ചെയ്യും, അത് കൂട്ടും, വീണ്ടും വ്യാപാരം ചെയ്യും, കൂട്ടും, വീണ്ടും വ്യാപാരം കൂട്ടും. അങ്ങനെ ഒരാൾ 1 കൊണ്ട് 10 നേടിയവനോട് 10 പട്ടണങ്ങളുടെ ഭരണാധികാരിയാണ്. ഇതാണ് ഫിലിപ്പൗസ് 2-3 അധ്യായങ്ങളിൽ സഭയോട് യേശു പറയുന്നുണ്ട്, എന്റെ പിതാവ് എന്നെ രാഷ്ട്രങ്ങളുടെ മേൽ ഭരണാധികാരിയാക്കിയതുപോലെ ഞാൻ നിന്നെയും രാഷ്ട്രങ്ങളുടെ മേൽ, മലയാളത്തിൽ ജാതികളൊന്നുമല്ല, നേഷൻസ് എന്നാണ്, രാഷ്ട്രങ്ങളുടെ മേൽ നിന്നെയും ഭരണാധികാരിയാണ്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങൾ, ബി റെഡി. എന്നേക്കുമുള്ള ആ ഭരണത്തിലേക്ക് ക്രിസ്തുവോടൊപ്പം കയറുവാൻ റെഡിയായിരിക്കുക. എല്ലാവരും ഉത്ബോധിപ്പിക്കുക. അപ്പൊ ഇനി
നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാനിപ്പോ എനിക്കിപ്പോ അത്രയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഞാനൊരു കല്യാണമൊക്കെ കഴിച്ചപ്പോ പിന്നെ ഭാര്യയുടെ കാര്യം നോക്കണം, ചാച്ചന്റെ കാര്യം നോക്കണം, അങ്ങനെ പിന്നെ പല പല കാര്യങ്ങൾ, അപ്പൊ അത്ര സമയം കിട്ടിയില്ല എന്ന്, അല്ലെങ്കിൽ പേരെന്തെങ്കിലും ബിസിനസ് ആയിരുന്നു അതിൽ പോയപ്പോ എനിക്ക് അത്രയും സമയം കിട്ടിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചു. അങ്ങനെയുള്ള ഒരുത്തനെയാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഒന്നുകൊണ്ട് 10 നേടാൻ പറ്റിയില്ല, 5 നേടാൻ പറ്റും. അപ്പോ നിങ്ങൾ ചോദിക്കും, അപ്പൊ അതിന്റെ പുള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും? എന്താണ് നമുക്ക് അറിയണ്ടേ? അടുത്ത വാക്യം വായിച്ച്. രണ്ടാമത്തവൻ വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. ശ്രദ്ധിച്ചേ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്നുകൊണ്ട് 10 നേടിയാൾക്ക് 10 പട്ടണങ്ങളുടെ മേൽ ഭരണം കൊടുക്കുക ചെയ്തു. എന്നാൽ ഒന്നുകൊണ്ട് 5 നേടാൻ പറ്റും. നോ പ്രോബ്ലം. അതനുസരിച്ച് 10 പട്ടണങ്ങൾ എന്നുള്ളത് റിഡ്യൂസ് ചെയ്ത് 5 മാറി. കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, ദൈവരാജ്യം ഇതുപോലെയാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നിനക്ക് ദൈവരാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ നീ ആരായി തീരണമെന്ന് തീരുമാനിക്കാനുള്ള, എത്രമാത്രം നിന്റെ ലെവൽ വലുതാകണം ചെറുതാകണമെന്ന് തീരുമാനിക്കാനുള്ള സമയമാണ് ഈ ഭൂമിയിലെ ജീവിതം. കർത്താവ് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ടൈം ഈസ് ദ പ്ലാറ്റ്ഫോം കറൻസി. ഈ ടൈം ഉപയോഗിച്ച് നമുക്ക് റുപ്പി ഉണ്ടാക്കാം, ദിർഹം ഉണ്ടാക്കാം, ദിനാർ ഉണ്ടാക്കാം, ഡോളർ ഉണ്ടാക്കാം, യൂറോ ഉണ്ടാക്കാം. മാത്രമല്ല, നിത്യമായി നിലനിൽക്കുന്ന ഗ്ലോറി ഉണ്ടാക്കാം. നിത്യമായി വാഴുന്ന രാഷ്ട്രങ്ങളുടെ തലവന്മാരായി മാറും. യേശുവിന്റെ കീഴിൽ, യേശു സ്വർഗസ്ഥ പിതാവിന്റെ കീഴിൽ, നമ്മൾ യേശുവിന്റെ കീഴിൽ. നമ്മളുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഒരു കോണാണ്, ഇങ്ങനെ ഇരിക്കും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട്. ഇറ്റ്സ് എ ഗവൺമെന്റ്, ഇറ്റ്സ് എ ഫാമിലി ഫസ്റ്റ്, സെക്കൻഡ് ഇറ്റ്സ് എ ഗവൺമെന്റ്. ഹല്ലേലൂയ. പ്രപഞ്ചം വാഴുന്ന ഗവൺമെന്റ്. അപ്പോ ഈ ഒരു തലം തിരിച്ചറിഞ്ഞു. ഇനി ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരും എൻകറേജ് ചെയ്തതിലേക്ക് കടന്നു വരാൻ. ഇനി അടുത്തത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഇപ്പൊ എത്ര പേരോട് കണക്ക് ചോദിച്ചു? 2 പേർ. 10 പേർക്ക് കൊടുത്തു. 2 പേരോട് ചോദിച്ചു. ഇനി ഒരാളോട് കൂടി ചോദിക്കും. അത് മടിയന്മാരെ കാണിക്കുന്ന ഒന്നാണ്. മടിയന്മാർ. ആ മടിയന്മാർക്ക് അവരെ പുറത്താക്കുക. അവരുടെ പ്രതിഫലമില്ല, അവരെ പുറത്താക്കും. അതാണ് അടുത്ത കാണിക്കുന്നത്. വായിച്ച്, അടുത്ത ആൾ വായിച്ച്. മറ്റൊരുത്തൻ വന്നു, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന ആയതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാത്തതെന്ത്? പിന്നെ അവൻ അരികെ നിന്നവരോട്, ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവെ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവന് ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ ഇവിടെ ആ മടിയനെ കുറിച്ച് പറയാം. മടിയൻ ഈ കിട്ടിയതൊന്നും ഉപയോഗിച്ചില്ല, ഒരു കാര്യവും ചെയ്തില്ല. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്ത് ചെയ്യുവാൻ, സഭയിൽ ചെയ്യുവാൻ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അത് മടക്കി ഒളിച്ച് സൂക്ഷിച്ചു വെക്കരുത്. അതായത് ഉപയോഗിക്കാതിരിക്കരുത്. നമ്മളതിനെ ട്രേഡ് ചെയ്യണമെന്നേ. നമ്മളതിനെ ട്രേഡ് ചെയ്യണം. ഇപ്പൊ നിങ്ങളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ഒരാളെ തൊഴിലെടുത്തു, അയാൾ ഒന്നും ചെയ്തില്ല, നിങ്ങൾ കൊടുത്ത സംഭവം വെച്ചാൽ അതേപോലെ ഇരിക്കും. നിങ്ങൾ പിന്നെ ജോലിക്ക് വയ്ക്കും, നിങ്ങൾ അയാളെ പുറത്താക്കും. കാരണം നിങ്ങൾക്ക് അയാളെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല. ഇതേപോലെ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ശ്രദ്ധിച്ചോ,
ദൈവം നമുക്ക് തന്നത് നമ്മുടെ എടുത്തിട്ട് കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് അതങ്ങ് കൊടുക്കും. മനസ്സിലായോ? കൂടുതൽ പ്രവൃത്തിയുള്ള ആൾക്ക് അതങ്ങ് കൊടുക്കും. അല്ല, അതിന്റെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ വായിൽ നിന്ന് ഒന്ന് വാക്കുകൊണ്ട് തന്നെ നിന്നെ ന്യായം വിധിക്കും എന്നാണ് പറഞ്ഞത്. അതൊരു ഭയങ്കര പോയിന്റാ. തീർച്ചയായും ഇതിന്റെ ഹജുവർ പറഞ്ഞതിന്റെ രണ്ടാമത്തെ ഒരു ലെവലാ. ഇത് പ്രവർത്തിക്കാത്തതിന്റെ കാരണം, ഇത് ട്രേഡ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒരിക്കല് ഞാൻ ഒരു വയോധികനായ ഒരു ദൈവദാസൻ, നല്ല ദൈവദാസന്മാർ നമുക്കുണ്ട് കേട്ടോ, എന്നാൽ വളരെയധികം ആ ഒരു തരത്തിലുള്ളതല്ല. ആ ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞു തന്നത്, നിങ്ങൾ ഒരു ഭാഗത്ത് ഒരു തൊഴിലാളി നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ മനസ്സ് എപ്പോഴും സാലറി മനസ്സാണ്. മുതലാളിയുടെ മനസ്സെന്ന് പറയുന്നത് ഫലം, ലാഭം ഉണ്ടാക്കുന്ന മനസ്സാണ്. ഇത് രണ്ടും മനസ്സാണ്. അതുകൊണ്ട് തൊഴിലാളിയുടെ മനസ്സ് കൂലി മനസ്സാണ്. ശമ്പള മനസ്സാണ്. ശമ്പളം, റിസൾട്ട്, ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയില്ല, കൂലി കിട്ടിയാൽ. പക്ഷെ മുതലാളിയുടെ മനസ്സെന്ന് പറയുന്നത് ലാഭം, റിസൾട്ട് വേണമെന്നുള്ളതാണ്. കൂലി കൊടുക്കാൻ മുതലാളി തയ്യാറാണ്, പക്ഷെ റിസൾട്ട് വേണമെന്നുള്ളതാണ്. അപ്പോ ഈ വയോധികനായ വ്യക്തി എനിക്ക് പറഞ്ഞു തന്നത് ഒരു കാര്യം ഇതാണ്. ഈ തൊഴിലാളിക്ക് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ഈ തൊഴിലാളിക്ക് മുതലാളിയുടെ മനസ്സ് കൊടുക്കും. തൊഴിലാളിക്ക് മുതലാളിയുടെ മനസ്സ് കൊടുത്താൽ തൊഴിലാളി നന്നായി വർക്ക് ചെയ്യും. അതായത് ഇപ്പോ ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ആളുകൾ ഇപ്പോ ബിസിനസ് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത്, അവര് പറയും ഇത്ര നേരം വർക്ക് ചെയ്യാം നിങ്ങളോട് കൂടെ. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്തോ, ഇത്ര നേരം വർക്ക് ചെയ്യണം, നീക്ക് ആ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇടയിൽ നിങ്ങളുടെ പണിക്കൊക്കെ പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ജോലി എന്തെങ്കിലും എളുപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പണിക്കൊക്കെ പോവാം. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കിത് സംഭവം മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ടേ? മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്റെ ലാഭത്തിൽ പകുതി നിങ്ങൾക്ക്. ഇത് എന്തുവാ ചെയ്യുന്നേ? അവർക്ക് മുതലാളി മനസ്സ് കൊടുക്കുക. എന്റെ കയ്യിൽ മുതലുണ്ട്, നിങ്ങളുടെ കയ്യിൽ തൊഴിലുണ്ട്. എന്റെ കയ്യിൽ എന്നാ ഉണ്ട്? മുതലുണ്ട്. അതുകൊണ്ട് എന്റെ പേര് മുതലാണ്, അല്ലെ? നിങ്ങളുടെ പേരിൽ തൊഴിലുണ്ട്, അപ്പൊ നിങ്ങളുടെ പേരെന്താ? അപ്പോ ഇവിടെ ഞാൻ മുതൽ മുടക്കാം, നിങ്ങൾ അതിന് കത്ത് വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് തരാന്നേ, കുഴപ്പമില്ല. അവസാനം ഇപ്പോ ഒരു കൃഷിയാകട്ടെ, എന്താകട്ടെ, അവസാനം ഈ സാധനം കൂടെ മാർക്കറ്റിൽ കൂടെ വിൽക്കത്തില്ലേ? വിൽക്കണ സമയത്ത് എത്ര കിട്ടുമോ അതിന്റെ 50 എനിക്ക്, 50 നിങ്ങൾക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസം കുറച്ച് പൈസ തന്നില്ലായിരുന്നു നിങ്ങൾ ചോദിച്ചപ്പോ ജീവിക്കാൻ വേണ്ടി, അത് അധികം കുറയ്ക്കും. അപ്പൊ തൊഴിലാളിക്ക് എന്ത് കൊടുക്കണം? മുതലാളി മനസ്സ് കൊടുത്താൽ തൊഴിലാളി വർക്ക് ചെയ്യും. അപ്പോ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ എന്റെ സിസ്റ്റം പറഞ്ഞു കേട്ടോ. ശ്രദ്ധിച്ചേ, ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളിക്ക് ഈ മുതലാളിയെ കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല. തൊഴിലാളിക്ക് മുതലാളിയെ കുറിച്ച് അഭിപ്രായം ഇല്ലെങ്കിൽ തൊഴിലാളി പണിയത്തില്ല. തൊഴിലാളി സാധാരണഗതിയിൽ ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് അവരുടെ കൂലി വൈകുന്നേരം 30-ാം തീയതി ആകണം, അല്ലെങ്കിൽ ശനിയാഴ്ച ആകണം, കൂലി കിട്ടും. ആ ഒരു ചിന്തയാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് മുതലാളിയുടെ മനസ്സല്ല, ലാഭ മനസ്സല്ല അവർക്കുള്ളത്. അപ്പോ അവര് ഈ വയോധികർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം, ഇവർ മിനിമമേ ചെയ്യും. മിനിമം നമ്മൾ പറയാറില്ലേ, പണ്ടൊക്കെ പറയാം SSLC പാസ്സാകാൻ എത്ര വേണം? 210. അങ്ങനെയെങ്കിൽ ഞാൻ 210 ഉണ്ടാകും. ഇതേപോലെ ഇവർ മിനിമം ചെയ്യും, മിനിമം. ഇനിയിപ്പോ ഇവർക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ഓവർടൈം കൊടുക്കണം. ഓവർടൈം കൊടുത്താലേ ഇവർ കൂടുതൽ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവരുടെ മനസ്സ് അങ്ങനെയാണ്, മിനിമം ചെയ്യുള്ളൂ. അപ്പൊ മിനിമം ചെയ്യുന്ന ഇവരെ മാക്സിമം ചെയ്യിപ്പിക്കാൻ
ഈ തൊഴിലാളിക്ക് മുതലാളി മനസ്സ് കൊടുക്കണം, മുതലാളി. പക്ഷെ ഇവിടുത്തെ കേസുകളിലേക്ക് വരുമ്പോ ഈ തൊഴിലാളി ഉണ്ടല്ലോ, ഈ തൊഴിലാളിക്ക് മുതലാളിയെ കുറിച്ച് ഒരു അഭിപ്രായവും. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, എന്നെ കുറിച്ച് അഭിപ്രായമില്ലാത്ത പല തൊഴിലാളികളെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു പണി ഏൽപ്പിച്ചാലുണ്ടല്ലോ, അവരത് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, അത് ഞെരങ്ങി ചെയ്തോ, ചെയ്യാം, നോക്കട്ടെ, ഞങ്ങൾ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നതല്ല, അത് റിസൾട്ടിലേക്ക് വരത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത്, യേശുവിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ലാത്ത പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സഭയിലുണ്ട്. ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പറയാനേ, എന്റെ ബിസിനസ്സുകാരനാണ്. ആ സമയത്ത് ഒരു കസ്റ്റമർ എടുക്കുന്നത് വലിയൊരു സ്കൂളാണ്. ഒരു മലയാളിയാണ് സ്കൂളിന്റെ ഓണർ. ഗൾഫിലെ കാര്യം കാര്യം തെറ്റിയിരിക്കുന്നു, ഗൾഫിലെ കാര്യമാണ്. അവിടെ ചെന്നപ്പോ അവര് ഞങ്ങളുടെ ഒരു ഫോട്ടോ കോപ്പി മെഷീൻ പർച്ചേസ് ചെയ്തു. അതൊക്കെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഫണ്ട് മേടിക്കാൻ വേണ്ടി ബില്ല് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനി, അദ്ദേഹം എന്നോട് പറയാം, എന്നാലും യൂദാസിനോട് ചെയ്തത് ശരിയായില്ല കേട്ടാ. യേശു ക്രിസ്തു യൂദാസിനോട് ചെയ്തത് ശരിയായിട്ടാണ്. അപ്പൊ ഇയാൾക്ക് എന്തില്ല? യേശുവിനെ കുറിച്ച് യാതൊരു നല്ല അഭിപ്രായവും ഇല്ല. അപ്പൊ കാരണവന്മാരുടെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് താനും ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോ ഇതേപോലെ പലരും ഈ ചീത്ത അഭിപ്രായം പറയുന്ന പലരും ഉണ്ട്. ഇതിപ്പോ നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് ചീത്ത പറഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനികൾ ധാരാളം വരുന്നു. അപ്പോ ഇതേപോലെ തന്നെ നല്ല അഭിപ്രായം ഇല്ലാത്ത ഒരു ഗണമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. നല്ല അഭിപ്രായം ഇല്ല, യേശുവിനെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല. നീ വെക്കാത്തടത്തുനിന്ന് എടുക്കും, വെതറാത്തടത്തുനിന്ന് പൊയ്യും. അപ്പൊ അങ്ങനെയുള്ള ചീത്ത അഭിപ്രായക്കാരാണ്. അപ്പൊ ഇവർക്കൊന്നും ഒരു രക്ഷയില്ല, ഇവർക്കൊന്നും കയറി പോകാനേ പറ്റില്ല. കാരണം ഇപ്പൊ എനിക്ക് ഒരാളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി നന്നായി പണിയെടുക്കും. പ്രത്യേകിച്ച് വളരെയധികം സ്നേഹിക്കുന്ന ഒരു അപ്പനും മോനും ആണെങ്കിൽ ഈ മോൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കും. ഇതാണ് പൗലോസ് പറയുന്നത്. എല്ലാവരും സ്വന്തം കാര്യം ചിന്തിക്കണേ, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. പക്ഷെ തിമോത്തിയോസ് അങ്ങനെയല്ല കേട്ടോ. തിമോത്തിയോസ് മകൻ അപ്പൻ എന്നതുപോലെ അധ്വാനിക്കണേ, കൂലി വലിച്ചല്ല അധ്വാനിക്കണേ. അത് പ്രോംപ്റ്റിംഗ് ബൈ ദ ലവ്, സ്നേഹമാണ് പ്രോംപ്റ്റിംഗ്. മനസ്സിലായോ? അവിടുത്തെ പ്രോംപ്റ്റിംഗ് സ്നേഹം. അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ. സ്വർഗസ്ഥ പിതാവിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. അതാണ് യേശു പറയുന്നത്, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഈ വന്നേക്കണേ. ഹല്ലേലൂയ. അയച്ചവന്റെ ഇഷ്ടം എന്താ? നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ കുടുംബമായി തീരണം. ഹല്ലേലൂയ. ആ കുടുംബമായി, വിശുദ്ധ കുടുംബമായി, ഹോളി നേഷനായി മാറണം. അപ്പൊ അതിനുവേണ്ടി അധ്വാനിക്കണം. ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. അപ്പോ ഇവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത്, നമ്മൾ ഒരാൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കണം. ആ വ്യക്തിയോട് നമുക്ക് അഗാപ്പെ സ്നേഹം ഉണ്ടെങ്കിൽ, ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി പ്രവർത്തിക്കും. അല്ലെങ്കിൽ നാം പ്രവർത്തിക്കണമെങ്കിൽ സാലറിയുടെ കനം കൂട്ടിക്കാണിച്ചാൽ മതി, നാം പ്രവർത്തിക്കും. പക്ഷെ എന്നാലും അഗാപ്പെ സ്നേഹമുള്ള പ്രവർത്തനം. യേശു ക്രിസ്തുവിന് അഗാപ്പെ സ്നേഹമായതുകൊണ്ട് എങ്ങനെയാ പ്രവർത്തിച്ചേ? യേശു പറയാണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തിൽ മാറ്റിത്താ. പിതാവ് പറഞ്ഞു, ഇല്ല മോനെ, കയറി പോകണമെന്ന് പറഞ്ഞ യേശു അവിടെയും തന്റെ ജീവനെ പണയം വെച്ച് അപ്പനെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവം ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മുകളിലുള്ള നാമം കൊടുത്തു, തന്റെ നാമം ഒഴിച്ചു. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തതയാണ്. അപ്പസ്തോലൻ 15 പറയുന്നത്. ഇവിടെയും നമ്മളെ പിശാച് തെറ്റിച്ചു. ഹല്ലേലൂയ. അവിടെ പറയാണ്, അപ്പൻ ദൈവ സകലതുമാകേണ്ടതിന് പുത്രൻ താനും തനിക്ക് സകലതും കീഴാക്കി തന്ന ആ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുക. ദൈവരാജ്യം അങ്ങനെയാ സഹോദരങ്ങളെ, ദൈവരാജ്യം അങ്ങനെയാണ്. ദൈവരാജ്യത്തിൽ വെച്ചിരിക്കുന്ന ഹൈറാർക്കി ആരും തെറ്റിക്കാൻ പോകുന്നില്ല. പുത്രനെ തെറ്റിക്കത്തില്ല. പിതാവ് സകലത്തിന്റെയും മുകളിൽ ഞാനാകുമെന്ന് നിൽക്കുക. യേശുക്രിസ്തു പിതാവിന്റെ ബോഡിയാണ്. നമ്മൾ ആ ക്രിസ്തുവിലെ അവയവമാണ്. എല്ലാം നമ്മുടെതല്ല, ക്രിസ്തു തന്നെ ദൈവം. നമ്മൾ ക്രിസ്തുവിനുള്ളത്, ക്രിസ്തു ദൈവത്തിനുള്ളത്. ഇതൊക്കെ ഈ പറയുന്ന വചനമായിട്ടോ ഈ പറയുന്നേ. അപ്പോ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കും. കഴിഞ്ഞ നാളുകളിൽ ഇതൊക്കെ നമ്മളെ തട്ടിപ്പിച്ച് കളഞ്ഞു പിശാച്. പക്ഷെ ഈ നാളിൽ ഇത് മനസ്സിലാക്കി നമ്മൾ ഇതിൽ അധ്വാനിക്കണം, ഇതിൽ നിലനിൽക്കണം. പിൻപിലുള്ളതിനെ പിടിക്കാൻ വേണ്ടി മുൻപിലുള്ളതിനെ കളയരുത്. പിൻപിൽ ഇവിടുത്തെ ശവക്കോട്ടയുണ്ട്, ഇവിടുത്തെ ഡിനോമിനേഷൻ ഉണ്ട്, CSI ഉണ്ട്, മാർത്തോമയുണ്ട്, കത്തോലിക്കുണ്ട്, പെന്തക്കോസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ കൂടെ ഉണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടി മുൻപിൽ പിതാവിനോടും പുത്രനോടുള്ള കൂട്ടായ്മയുണ്ട്, അതിനെ കളയരുത്.
ഹല്ലേലൂയ. ഇവിടെ എല്ലാം ഉണ്ട്, മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്, കൂടെ ശവപ്പെട്ടിയും മരണമുണ്ട്. പക്ഷെ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ മരണമില്ല, ശവപ്പെട്ടിയില്ല. അവിടെ നിത്യം ആ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവോടൊപ്പം ഒരു കുടുംബമായി ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റ് പഠിച്ചു നോക്കുന്ന വിട്ടേക്കുക. ഇവിടെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കേണ്ടതിന്റെ കടമ. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? ഇതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ വേറെ ചിലതൊക്കെയായിരുന്നു, പിൻപിലുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സത്യം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? പിൻപിലുള്ളതിനെ വിട്ട് മുൻപിലുള്ളതിനെ ധരിക്കണം. ഇതാണ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാന്ന് പറഞ്ഞാൽ വിശുദ്ധ പൗലോസ് പറയുന്നത് ഞങ്ങൾ പിൻപിലുള്ളതിനെ വിട്ട് മുൻപിലുള്ള ലക്ഷ്യമായി ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമരുടെ വിരുദ്ധനായി ലാഭത്തിലേക്ക് ഞങ്ങൾ ഓടുകയാണ്. അപ്പോ അവിടെ ഒരു സമ്മാനമുണ്ട്, ഒരു അവകാശമുണ്ട്, അതിലേക്ക് ഞാൻ നിങ്ങൾ ഓടിച്ചേർന്നു. അപ്പൊ ഇവിടെ ഈ 3 കൂട്ടരെ കുറിച്ച് നമ്മൾ കണ്ടു. ഒരാള് 1 താലന്ത് കൊണ്ട് 10 നേടി, അവന് 10 സിറ്റികളെയാണ് കൊടുത്തത്. ഇനി ഒരാള് 1 കൊണ്ട് 5 നേടി, അവന് 5 സിറ്റികൾ കൊടുത്തു. ഒരാൾ 1 കൊണ്ട് 1 നേടിയില്ല, 1 കൊണ്ട് 1 നേടിയില്ല, അവന് ശിക്ഷയാണ്, അവനെ പുറത്താക്കുക. ഇനി ബാക്കി എത്ര പേരുണ്ട്? 10 പേർക്കല്ലേ കൊടുത്തേ? എത്ര പേരുണ്ടാകാൻ വഴിയുണ്ടാവും? ബാക്കി 3 പേര് അല്ല 7 പേരുണ്ട്. 7 പേര്. ഈ 7 പേരുമാണ് ഇവിടുന്ന് മെസ്സേജ് അയച്ചത്. യേശു ക്രിസ്തു ഞങ്ങൾക്ക് രാജാവായിരുന്നു ഇഷ്ടമല്ല. എങ്ങനെ? അവർ ഒരുപക്ഷെ തുതി ആരാധനയൊക്കെ ഉണ്ടാകുമായിരിക്കാം, പക്ഷെ യേശുവെ അനുഗമിക്കുന്ന പരിപാടി, സ്വയത്തെ ത്യജിക്കുന്ന പരിപാടിയില്ല. എന്റെ ചർച്ച, എന്റെ ആട്, എന്റെ വീട്, എല്ലാം എന്റെ. എന്റെ മക്കളെ, ദയവ് ചെയ്ത് ദൈവരാജ്യക്കാർ അങ്ങനെ പറയല്ലേ. ചിന്തിക്കുക പോലും അല്ലേ. ദൈവം ദാനമായി തന്ന, ദൈവം ദാനമായി തന്ന സഭ, ദൈവം ദാനമായി തന്ന കുടുംബം, ദൈവം ദാനമായി തന്ന ബിസിനസ്, ഞാൻ ഇതിന്റെ എല്ലാവരും കെയർ ടേക്കറും മാത്രം. നമ്മൾ യേശു അനുഗമിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും. ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഈ യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യ സുവിശേഷം മനസ്സിലാക്കി അതിൽ അനുഗമിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പെട്ടെന്ന് എന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോ, ഞാൻ ഒരിക്കല് എന്തോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, മിഷൻ റിപ്പയർ ചെയ്യാണ്, എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ആ ചെയ്തുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ കൈ ഒന്ന് മുറിഞ്ഞു. സാജു കേൾക്കുന്നുണ്ടോ? എന്റെ കൈ ഒന്ന് മുറിഞ്ഞു. കൈ മുറിഞ്ഞ കൈയിൽ നിന്ന് ബ്ലഡ് ഇങ്ങ് വന്നു. ഉടനെ പണ്ടൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എങ്ങനെയാണ്, അയ്യോ. പക്ഷെ കൈ മുറിഞ്ഞപ്പോഴല്ലോ ഞാൻ അറിയാതെ പറയാ, സോറി ഇട്ടോ. ആരോടാ ഈ സോറി പറയണേ? ഈ ശരീരത്തിന്റെ ഉടമസ്ഥനോട്. കാരണം ഇതുവരെ ഞാൻ പറഞ്ഞത് ഇത് എന്റെ ശരീരമാണെന്നാ. പക്ഷെ യേശുവെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പോലും അറിയാതെ എന്റെ അകത്ത് മാറിപ്പോയി, ഇത് എന്റെ ശരീരമല്ല, എനിക്ക് ഉപയോഗിക്കാൻ എന്റെ അപ്പം തന്ന ശരീരമാ. ഈ കൈ ഞാൻ മുറിച്ച് ഇതിനെ ബ്ലഡ് താഴേക്ക് പോവുകയാ. ഐ ആം സോ സോറി അപ്പ. എന്റെ മക്കളെ, നമ്മുടേതായ ഒന്നുമില്ല. ഈ ശ്വാസം വലിച്ചു കയറ്റില്ലേ, ഇതും അപ്പന്റെ. ഒന്നും നമ്മുടെ ഇല്ല. ദൈവരാജ്യത്തിലേക്ക് വന്ന അങ്ങനെയാ, ഒന്നും നമ്മുടെ ഇല്ല, എല്ലാം ദൈവത്തിന്റെ. ഇല്ല ഇല്ല സ്വന്തമായൊന്നും, എല്ലാം ദൈവത്തിൻ ദാനമാണ്, എല്ലാം താതന്റെ സ്വന്തമാണ്. ഇല്ല ഇല്ല സ്വന്തമായൊന്നും, എല്ലാം ദൈവത്തിൻ ദാനമാണ്, എല്ലാം താതന്റെ സ്വന്തമാണ്. അപ്പൊ നമ്മളോ? ഞാനോ ദരിദ്രൻ, കാര്യസ്ഥൻ മാത്രം, താതൻ സമ്പത്തിൻ വിചാരകൻ, താതൻ വാസ്തുവിൻ കൈകാര്യമാ. താതന്റെ വസ്തുവെ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യസ്ഥൻ മാത്രമാണ് ഞാനും നിന്നും. എല്ലാം ദൈവരാജ്യത്തിൽ, എല്ലാം ദൈവത്തിൻ്റെതാണ്, എല്ലാം ദൈവത്തിന്റെ. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇനി ബാക്കി 7 പേരോടാണ് ചോദിക്കേണ്ടത്. അതായത് 70%. ഓക്കെ, ഈ 70%. അവിടെ കഥാവ് പറയുന്നത് എന്നാന്നറിയാമോ?
നേരത്തെ പറഞ്ഞില്ലേ, യേശു രാജാവായിട്ട് സമ്മതമല്ല എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പാണ് ഇനി ബാക്കിയുള്ളത്. യേശു അവരോട് സംസാരിക്കാൻ പോലും തുനിയുന്നില്ല. യേശു പറയുന്നു കട്ട് ചെയ്തേക്കാൻ. സിറ്റിസൺസിന്റെ കാര്യം പറയണേ, കട്ട് ചെയ്തേക്കാൻ. ഞാൻ രാജാവായിരിക്കുന്ന ഇഷ്ടമില്ലാത്ത എന്റെ ശത്രുക്കളായ ഇവരെ. അപ്പൊ സഭയിൽ യേശുവിന്റെ ശത്രുക്കൾ ബഹുഭൂരിപക്ഷമാ. ഹല്ലേലൂയ. ശത്രുക്കളായവരെ ദാ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞേക്കാൻ. കൊന്നുകളയുക, രാജകൽപ്പനയാ. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ. താഴേക്ക് വായിച്ച് അതിന്റെ 27 മുതൽ. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്ന സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. രാജാവാ കൽപ്പന ഇടുകയാണ്. നമ്മൾ ചിന്തിച്ച് 3 പേരോട് കണക്ക് ചോദിച്ചു, ബാക്കി യേശു മറന്നുപോയി. യേശുവിന് വലിയ മറവിയാണ്. ഒരു മറവിയില്ല. ആ 7 പേരുണ്ടല്ലോ, 70%. ആ 70 പേര് ഇവിടുന്ന് മെസ്സേജ് അയച്ചതാണ് സ്വർഗസ്ഥ പിതാവിന്. യേശു ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല. ഞങ്ങൾക്ക് പിന്നെ ആരാണ്? ഞങ്ങൾ തന്നെയാണ് രാജാവ്. ഞങ്ങളുടെ സ്വയം ഭരണമാണ്. ഞങ്ങൾ സ്വയം ത്യജിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. മാക്സിമം ഒരു സ്തുതി ആരാധന കൊടുത്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല, ഇനി ഞാനല്ല, ഞാൻ മരിച്ചു, ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കണം, എന്നിലൂടെ ജീവിക്കണം. എന്നെ കാണുന്നവൻ ക്രിസ്തുവെ കാണണം. എങ്ങനെ? ക്രിസ്തുവെ കണ്ടവൻ പിതാവിനെ കണ്ടതുപോലെ കാണുന്നത് പോലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയ ഇവിടെ പറയാണ്, എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവനെന്ന് കൽപ്പിച്ചു. ആരെയാ കൊന്നുകളയണേ? സ്വന്തം സിറ്റിസൺസിനെ കൊന്നുകളയണേ. സിറ്റിസൺസ്, അതിന്റെ അർത്ഥം അവർ പുറത്തു പോകും. മൊത്തം എത്ര ശതമാനം പുറത്തുപോയി സഹോദരങ്ങളെ? 2 മാത്രമേ രാജ്യത്വം പ്രാപിച്ചോളൂ. ആദ്യത്തേത് 1 കൊണ്ട് 10 നേടിയവനും 1 കൊണ്ട് 5 നേടിയവനും മാത്രമേ രാജ്യത്വം പ്രാപിച്ചോളൂ. ബാക്കി 80% പുറത്ത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവർക്ക് ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്ന സമ്മതമല്ലെന്ന്. ഇവിടെ പിശാച് മാത്രമാണ് യേശു രാജാവായിരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? എന്നാൽ സഭയിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളും യേശു രാജാവായിരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് അവരുടെ മനസ്സുകൊണ്ട് പറയുന്നവരാണ്. അവർ പോലും അറിയാതെ സ്വർഗസ്ഥ പിതാവിന് സന്ദേശം അയക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ മെസ്സേജിന്റെ ടൈറ്റിൽ. സാത്താൻ മാത്രമല്ല, ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും യേശു തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഇഷ്ടമില്ല, ദൈവരാജ്യം സ്ഥാപിതമെന്ന് ഇഷ്ടമില്ല എന്ന് പറയുന്നവരാണ്. ഈ തിരിച്ചറിയണം. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ? യേശുവിനെ ഉയർത്തി എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുകയാണോ? അത് യേശുവെ അനുഗമിക്കുന്നവരാണോ? നമ്മളിലേക്ക് തന്നെ തിരിയുക, യേശുവെ അനുഗമിക്കുക. അതാണ് ഇതിന്റെ കോർ. യേശുവെ അനുഗമിക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ സ്വയത്തെ ത്യജിക്കുന്നില്ല. നമ്മുടെ സ്വയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി യേശുവിനെ ഉയർത്തുകയാണ്, യേശുവെ പുകഴ്ത്തി പറയുക. യേശു ഒരിക്കലും പുകഴ്ചയിലൊന്നും വീഴത്തില്ല, സ്തുതിവാക്കുകളിൽ മാറുകയില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുക. എന്തിനാ? എന്നെയും നിങ്ങളെയും പൂർണ്ണമായി രക്ഷിപ്പാൻ. അതിനോട് യേശുവിനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. ഹെബ്രായ ലേഖനം അതിന്റെ 7:25 പറയുകയാണ്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ഇവിടെ അതല്ല, അതിനു പകരം പിശാചിന്റെ ആളുകൾ കൂടെ യേശു മുഖാന്തരം പിതാവിനെ ഒഴിവാക്കുന്നു. അങ്ങനെ ചെയ്യരുത്. താൻ മുഖാന്തരം പിതാവിനോട് അടുക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ താൻ പക്ഷം പിടിച്ചു വാദിക്കുക. ഹെബ്രായ ലേഖനം 7:25 വായിച്ചത് ദേവാസന. ഹെബ്രായ ലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. എന്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കേ. യേശു മുഖാന്തരം പിതാവിനെ ഒഴിവാക്കുകയല്ല, യേശു മുഖാന്തരം നമ്മൾ ദൈവത്തോട് അടുക്കുകയാണ്.
ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് എടുക്കുമ്പോഴേ ആ ദൈവവുമായിട്ട് ഒന്നാകുമ്പോഴാണ് അവൻ പൂർണ്ണമായ രക്ഷാനുഭവത്തിലേക്ക് വരുന്നത്. ഇത് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയണം. വരും കാലങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി ഒരു കുടുംബമായി തീരുന്നു. സ്വർഗസ്ഥ പിതാവ് കാരണമുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു എക്സാമ്പിൾ എടുത്തു സാജു. യേശു കർത്താവ് മുഖാന്തരം നമ്മളൊരു എക്സാമ്പിൾ എടുത്തു തുഷാര. നമ്മൾ ഓരോരുത്തരും സ്വർഗസ്ഥ പിതാവിന്റെ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ജനിച്ച മക്കൾ. ഇതാണ് സാജുവിനും തുഷാരയ്ക്കും ഉണ്ടായ മക്കൾ. ഇത് മറ്റൊരു ഉദാഹരണം, ഉപമ മാത്രം. അത് ഭൂമിയിലെ കുടുംബം, മറ്റൊന്ന് സ്വർഗത്തിലെ കുടുംബം. ഭൂമിയിലെ കുടുംബത്തിൽ തുഷാരയുടെ തലയാണ് സാജു. സ്വർഗത്തിലെ കുടുംബത്തിൽ യേശുവിന്റെ തലയാണ് സ്വർഗസ്ഥ പിതാവ്. മനസ്സിലായോ? ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഭൂമിയിലെ കഥയാണ്. കഥ മനസ്സിലാക്കിയ സ്വർഗീയ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ പേരാണ് ഉപമ. എർത്തിലെ സ്റ്റോറി വിത്ത് ഹാവിംഗ് മീനിങ്. അപ്പൊ ഈ ഒരു തലം തിരിച്ചറിയണം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ദേവദാസന്മാരെ, ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. എവിടെയെങ്കിലും വിശുദ്ധ ബൈബിൾ പ്രകാരം തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് എന്നെ കറക്റ്റ് ചെയ്യാൻ. പക്ഷെ ആ സഭ പറഞ്ഞു, ഈ സഭ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വരും ദൈവം. വിശുദ്ധ ബൈബിളിൽ അതും പറഞ്ഞു. കാരണം ബൈബിളിനെ വചനത്തിൽ നമ്മൾ പണിയണം. നമ്മൾ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ക്രിസ്തുവിൽ എത്തിച്ച ക്രിസ്തുവിൽ ഒരു കുടുംബമായി തീരും. അതല്ലേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് സ്വർഗീയ പിതാവിന്റെ ആ മാർവിൽ, ക്രിസ്തു ആ ബോസത്തിൽ ഇരിക്കുന്നത് പോലെ ആ ക്രിസ്തുവിൽ നമുക്കും ആ പിതാവിന്റെ മാറിലിരിക്കാം. അതിനാണ് നമുക്ക് യേശുവെ തരുവാനായിട്ട് ഇടയായത്. കാണാതെ പോയതിനെ അന്വേഷിച്ച യേശു വന്നത്. എന്നിട്ട് എന്തിനാ കാണാതെ പോയ അന്വേഷിച്ച് ഇവിടെ നിർത്താനല്ല, കാണാതെ പോയതിനെ അന്വേഷിച്ച് തനിക്ക് പിതാവിന് കൊടുക്കാനാണ്. ഒടുക്കം രാജ്യം, അതായത് നമ്മളെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. വലിയൊരു ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് ക്രിസ്തുവിൽ യാത്രയാകാം. അങ്ങനെ ദൈവം സകലതുമായി ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായി നമുക്ക് ക്രിസ്തുവോട് ചേർന്നായിരിക്കാം. അതിനായി നമുക്ക് എല്ലാവർക്കും നമ്മളെ സമർപ്പിക്കാം. അത് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേ ഞാൻ എന്നപ്പൻ ഞാൻ ഓരോ പിതാവിനോടും പുത്രനോടും ലോകം ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തയേശുവിൽ അങ്ങ് ഞങ്ങളെ കാൽവരി ക്രൂശിൽ അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ വിവേകമില്ലാത്ത ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് അങ്ങിലെ ഈ ശുശ്രൂഷയിൽ തുടർന്നു രഹസ്യവും പരസ്യവുമായി അവരുടെ സകല ആവശ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മുഖാന്തരമായ സകലത്തെയും ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാവരുടെ മേലും സൗഖ്യം ഈ സമയത്ത് നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇത്രയും സമയം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ദൈവവചനം സംസാരിക്കുവാനായിട്ട് ഇടയായ പാസ്റ്റർ ഷാജി ജോസഫ് പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ അതിൽ വളരെ പ്രധാനമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. ബൈ യുവർ ഓൺ വേർഡ്സ് ഐ വിൽ ജഡ്ജ് യു. അതായത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളാൽ നാം വിധിക്കപ്പെട്ടിരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഉപമ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ്.
നമുക്കെല്ലാവർക്കും ദൈവം ഒന്നല്ലെങ്കിൽ ഒരു രീതിയിലുള്ള താലന്റുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഈ താലന്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പണമല്ല, അതൊരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുക. ഈ ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു സഹോദരൻ, അതുപോലെ എൻ്റെ പരിചയത്തിലുള്ള ഒന്ന് രണ്ട് സുവിശേഷകന്മാർ, ഇവരെല്ലാം പലരും ഇപ്പോൾ ഒരാള് ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം കൊണ്ടുവന്ന വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഉപദേശിയായിരുന്നു. അടുത്ത ഒരാള് ഒരു കടയിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൊറോട്ട അടിക്കുന്നതോ ഈ പണി ചെയ്യുന്നതും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നല്ല പണികളാണ്, എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ താലന്ത് വിനിയോഗിച്ചില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ലൈവ് കൂടെയുണ്ട്. ഈ ലൈവും കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ 1 മണിയാവും, 12 മണിയാകുമ്പോഴാണ് തീരുന്നത്, 1 മണിയാകും കിടന്നുറങ്ങും. രാവിലെ ഞാൻ 7 മണിക്കത്തെ ലൈവിൽ നമ്മുടെ പലരും വരുന്നുണ്ട്, ഞാൻ വരും. അപ്പം ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്. ജോലി ഇല്ലെങ്കിൽ എനിക്ക് ആരും ഒന്നും തരാനൊന്നുമില്ല. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ജോലി ചെയ്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് നമ്മളെ ആരും സഹായിക്കാനൊന്നുമില്ല. ഒന്ന്, അപ്പം ഞാൻ സഹായിക്കണമെന്നല്ല കേട്ടോ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്ന ആശീത. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യണം, പക്ഷെ ജോലി ചെയ്യുകയും ചെയ്യണം, എന്നാൽ എനിക്ക് സുവിശേഷ വേല ചെയ്യുകയും ചെയ്യണം. അപ്പം ഞാൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇങ്ങനെയുള്ള വീഡിയോസ്. അപ്പം ഷാജി പാസ്റ്റർക്ക് അറിയാം, മറ്റു പലർക്കും അറിയാം, ആരംഭകാലത്തിൽ ആരും ഇല്ലായിരുന്നു, ഇതൊന്നും കാണാനും കേൾക്കാനൊന്നും ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടത് 3 പേരാണ്. 3 പേരിൽ 2 വ്യൂവർ ഞാൻ തന്നെയായിരുന്നു. അപ്പം ആ കാലമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നിരന്തരമായുള്ള പരിശ്രമം കൊണ്ട് നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന താലന്തുകളെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടിട്ട് കാര്യമില്ല, അതിനെ വിനിയോഗിക്കുക. അപ്പം ഈ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് നമ്മൾ വിധിക്കപ്പെടുന്നു. ചോക്കല്ലേ, ഈ എല്ലാവരും ദൈവത്തെ കുറ്റം പറയും. ഇപ്പോൾ കുറ്റം പറയാനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ 10 വർഷമായിട്ട് സ്കൂൾ തുടങ്ങിയിട്ട് ഞാൻ സ്കൂൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം സ്കൂൾ തുടങ്ങിയ പലരും ഇന്ന് രക്ഷപ്പെട്ടു പോയി, സ്വന്തമായിട്ട് സ്ഥലവും മേടിച്ച് കെട്ടിടവും പണിതു. എന്നാൽ ദൈവത്തെ വിളിക്കുന്നവൻ, അതായത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തെ വിളിക്കുന്നവൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താ. അപ്പം കുറ്റം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ കുറ്റം പറയാതിരിക്കാൻ അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇതാണ് ഞാനീ പറഞ്ഞത്. അപ്പം പലപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളിങ്ങനെ വിളിച്ചു പറയും, ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ല, ദൈവത്തിന് കഴിവില്ലേ, ദൈവം എന്താ അത് കാണാതിരിക്കുന്നത്, ദൈവം എന്താ നോക്കാതിരിക്കുന്നത്, ഈ ദൈവത്തെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇതിലും നല്ലത് പഴയ വിശ്വാസമായിരുന്നു എന്നൊക്കെ നമ്മൾ പലരും ഈ വിശ്വാസമൊക്കെ വിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേര് തിരിച്ചു പോയവരുടെ ചിലരുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും സമൂഹത്തെ നോക്കുന്നു, ഭയപ്പെടുന്നു. എന്നോടിപ്പോൾ പാസ്റ്റർ ചോദിച്ചു, ഒരു പട്ടണത്തിൻ്റെ അധികാരിയായിട്ട് ദൈവം തരുവാണെങ്കിൽ ഞാൻ വാരണാസി എന്ന് പറയും. കാരണം ഹോളി സിറ്റിയാണ് വാരണാസി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഹോളി സിറ്റിയാണ്. അത് മാത്രമല്ല ഒരുപാട് പ്രത്യേകത, പഴയ സിറ്റിയാണ്. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മളെ ദൈവം ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു വലിയ കുറ്റബോധമായിരുന്നു ഈ നാളുകളിൽ. ഞാൻ ഈ 80 crore പീപ്പിൾ, 80 കോടിയോളം ജനങ്ങൾ ഹിന്ദി സ്പീക്കിംഗ് പീപ്പിളുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഇങ്ങനെയുള്ള ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ 80 കോടിയോളം ജനങ്ങളുണ്ട് ഹിന്ദി സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അതിനുള്ള സാഹചര്യം വന്നു. ഇന്ന് മുതൽ രാവിലെ ആഴ്ചയിൽ ഒരു 2 ദിവസം വെച്ച് ഹിന്ദിയിലുള്ള ഒരു ബൈബിൾ ക്ലാസ്, ആളുകൾ കാണുകയോ കാണാതിരിക്കുമോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകളെ നമ്മൾ ഉപയോഗിക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വന്നിട്ട് ജീവനും മരണവും നിന്റെ നാവിന്മേൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാവാണ് പ്രശ്നം. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. ദൈവം സഹായിക്കും, ദൈവം വിടുവിക്കും, ദൈവം വഴി നടത്തും, ദൈവം നമ്മളെ തൻ്റെ ഉള്ളംകരങ്ങളിൽ വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ലഭിക്കുന്നത്.
അതുകൊണ്ട് നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ കൊണ്ട് നിന്റെ വാ പൊത്തിക്കൊള്ളാനാ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ഞാനും ഒക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ പറയുന്ന, ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ കാണുമ്പം അയ്യോ ഇവൻ ഇവിടെ ഇരുന്ന് വലിയ വാചം അടിക്കുന്നു, ഇവൻ വലിയ എന്റെ സഹോദര, ആദ്യം ഇത് എന്നിലേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ദൈവഹിതത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും പറയാറുണ്ട്. കാരണം എനിക്കും സങ്കടം വരും ചില സമയത്ത്. ഞാൻ പെട്ടെന്ന് സന്തോഷിക്കുകയും പെട്ടെന്ന് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരൻ ഞാൻ. പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യുന്നയാളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, അപ്പൊ പെട്ടെന്ന് ഗർവം ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ നമുക്കുള്ളതാ. അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ ഞാൻ ചിന്തിച്ചു, ശദ്രക് അഭേദനഹോം പറഞ്ഞ പോലെ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നാട്ടി ഈ ബിംബത്തെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാനൊരു തീരുമാനമെടുത്തു. നന്നായാലും നന്നായില്ലേലും, ഉയർച്ച ഉണ്ടായാലും താഴ്ച ഉണ്ടായാലും ദൈവത്തെ വിട്ട് വേറൊരു പരിപാടിയിലേക്ക് ഇല്ല. ഇനി എന്ത് സംഭവിച്ചാലും വേണ്ടുകയല്ലെന്ന് ഞാനും ഒരു ഉറച്ച തീരുമാനം എടുത്തു. അപ്പൊ അങ്ങനെ ഉറച്ച തീരുമാനം എടുത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് അവസരം കിട്ടിയത്. അപ്പൊ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് പരിചയപ്പെടാനും സംസാരിക്കുവാനും വീഡിയോകൾ ചെയ്യുവാനൊക്കെ ദൈവം എന്നെ സഹായിക്കണം. അപ്പൊ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു സമയം, ഒരു ടാലന്റ്, ഞാനത് മാക്സിമം ഉപയോഗിക്കുക. അത് ഉറക്കമൊക്കെ അല്പം കുറച്ച്, ഭക്ഷണം വരെ കുറച്ച് ആണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച്, സമയത്തെ നിയന്ത്രിച്ച് മുമ്പോട്ട് പോവുക. അതാ ഞാൻ പറഞ്ഞത്, ഭക്ഷണം വരെ നിയന്ത്രിച്ചു, എല്ലാ കാര്യം നിയന്ത്രിച്ച്. എന്തിനാണ്? നമുക്ക് ലഭിച്ച ആ ടാലന്റിനെ നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഞാനിപ്പം കൺക്ലൂഡ് ചെയ്യണം പറഞ്ഞു വന്നത്. അപ്പൊ ഈ ഒരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ അളന്നു തൂക്കി സംസാരിക്കുക, വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ഉത്സാഹിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രേരകപരമായ ഘടകങ്ങൾ ഉൾപ്പെടുന്ന വാക്കുകളെ നമ്മൾ സംസാരിക്കുക. ദൈവം താങ്കളെ അനുഗ്രഹിക്കും എന്ന് പറയുക. ഏതൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ആ ഫോൺ വെക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക. എൻ്റെ ഫോണിൽ വിളിച്ചാൽ നിങ്ങൾക്കറിയാം, മുക്തി ദിലായ യേശു നാം, ശാന്തി ദിലായ യേശു നാം എന്നുള്ള പാട്ടാണ്. കാരണം ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ആളുകൾ, ഈ സ്കൂളിലുള്ള രക്ഷകർത്താക്കളൊക്കെ വിളിക്കുമല്ലോ, അവരും കേൾക്കട്ടെ. കാരണം എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഒരു റിംഗ് ടോൺ കൊണ്ട് പോലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് സാധിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ചെയ്യുകയും എല്ലാവരോടും ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുക, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് അത് വെക്കുമ്പോൾ സമയം എന്നാ പറഞ്ഞാൽ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറയാൻ നമ്മൾ പഠിക്കണം. അപ്പം ഒരനുഗ്രഹം അവനിലേക്കും ഒരനുഗ്രഹം നമ്മിലേക്കും വരികയാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒന്ന് പറയണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിട്ട് ഞാൻ ഇപ്പോൾ പാസ്റ്റർ പ്രസംഗിച്ച് കഴിഞ്ഞാൽ അതീ പ്രസംഗിക്കുകയല്ല, ഞാനൊരു ആ ഒരു പോയിന്റ് എന്നെ വളരെ സ്പർശിച്ചുകൊണ്ട് ഞാൻ അത് എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പാസ്റ്റർക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊന്നും പറയാനില്ല. ഒരു കാര്യം പറയണം, നാളെ പാസ്റ്റർ ഷാജി തോപ്പിൽ, കട്ടപ്പനയിലെ ഒരു സുവിശേഷകനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നാളെ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ 8 മണി തൊട്ട് 9:30 വരെ അല്ലെങ്കിൽ 10 മണി വരെയുള്ള സമയം. അപ്പോൾ അത് ഞാനൊരു അഡ്വാൻസ് ആയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗീസ് അച്ചായൻ, കെ വർഗീസ്, അമേരിക്കയിൽ നിന്ന് USA, അദ്ദേഹത്തിൻ്റെ മകൾ സിമി കെ വർഗീസ് എന്ന സിസ്റ്റർ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും 7 മണി തൊട്ട് 8 മണി വരെ, ചിലപ്പോൾ 8:30 വരെ പോകും, ഇംഗ്ലീഷിൽ ഉള്ള ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നാളെ മുതൽ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ഹിന്ദിയിൽ തുടങ്ങി ആഴ്ചയിൽ 2 ദിവസം, ഒരു ദിവസം ഇംഗ്ലീഷിൽ, ബാക്കി ദിവസങ്ങളെല്ലാം മലയാളത്തിൽ. അപ്പം അത് ഒരു നല്ല കാര്യമാണ്.
ഞാൻ സിസ്റ്ററോട് പറഞ്ഞു വളരെ ലളിതമായ രീതിയിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ആളുകൾക്ക് പഠിക്കാനും ഒക്കെ ഒരു അവസരമായിക്കൊള്ളട്ടെ. അപ്പം നാളെ മുതൽ അതും ആരംഭിക്കാനുള്ളൊരു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാ ദിവസവും പ്രോഗ്രാമുണ്ട്. രാവിലെ 7 തൊട്ട് 8:30 വരെയുള്ള ബൈബിൾ സ്റ്റഡി, വൈകുന്നേരം 8 മണി തൊട്ട് 9:30 വരെ. അതിനുശേഷം മറ്റ് വീഡിയോകളുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ഒരു അറിയിപ്പ് ബൈബിൾ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട്. പാസ്റ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. മറ്റൊന്നുമില്ല. പ്രകാരം എല്ലാവരും ആ വചനത്തെ ജീവിക്കുക, വചനം കേൾക്കുന്ന ആത്മവഞ്ചനം മാത്രമാകാതെ ജീവിതത്തിൽ കൂടെ ചെറിയ ജീവിതം ഭൂമിയിൽ വളരെ നമ്മളുടെ ദേശം ഇതല്ല. നമ്മുടെ ദേശം പുതിയ സ്ഥലമാണ്. അവിടെ ജീവിക്കാനുള്ള സഹായിക്കൊണ്ടും കുടുംബത്തോടും അതോടൊപ്പം എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ ഷാജി ജോസഫിനും അദ്ദേഹത്തിന്റെ ടീമിനോടുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു. ഷാജി പാസ്റ്റർ എല്ലാ മാസവും ധ്യാനം നടത്തുന്നുണ്ട് 7 ദിവസം. അത് ആ ധ്യാനത്തിൽ ഒരുപാട് പേര് വന്ന് പങ്കെടുക്കുകയും ഞാൻ ഷാജി പാസ്റ്റർ വീട്ടിൽ പോയതാണ്. അവിടെ ഒരു പ്രാർത്ഥനാലയമുണ്ട്. നല്ല പ്രാർത്ഥനാലയമാണ്. ചെല്ലുന്നവർക്കവിടെ താമസിക്കാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ട്. സൈലന്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യം, മൊബൈൽ ഫോണൊക്കെ ഒരാഴ്ചത്തേക്കും ഓഫാക്കി വെച്ച് അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കാമെങ്കിൽ നല്ലതാണ്. ഇനി സ്നാനപ്പെടേണ്ടവർക്ക് അവിടെ സ്നാനപ്പെടാനുള്ള കുളമുണ്ട്. അല്ല ഇതുണ്ട്, സ്നാനക്കുളമുണ്ട്. താമസിക്കാൻ സൗകര്യമുണ്ട്. ഭക്ഷണം അവിടുന്ന് കിട്ടും. ഇതൊക്കെ വലിയ പ്രത്യേകത. വലിയ അധികം ഫീസൊന്നും കൊടുക്കണ്ട. ഇനി ഏതെങ്കിലും വ്യക്തികൾക്ക് ഇനി അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാനില്ലെങ്കിൽ അതും പാസ്റ്റർ ഈടാക്കുന്നില്ല. അപ്പം അങ്ങനെ വരുന്നവർക്ക് താമസിച്ച് പ്രാർത്ഥിക്കാനും സ്നാനപ്പെടാൻ താല്പര്യം സ്നാനപ്പെടാനൊക്കെ ഉള്ള ഒരു വലിയൊരു ഒരു വിശാലമായ ഒരു അവസ്ഥ പാസ്റ്റർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാർച്ച് 3 തീയതിയാണ് അടുത്ത ധ്യാനം. താല്പര്യമുള്ള ഏവർക്കും കടന്നു വരാം. മാർച്ച് 3 തീയതി ധ്യാനം ആരംഭിക്കും. ഒരാഴ്ചയാണ് ധ്യാനം. നിങ്ങൾ താമസിച്ച് ധ്യാനം കൂടാ. പിന്നെ ഒരു കാര്യം കൂടെ, വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു 10 ദിവസമെങ്കിലും ഏകനായിട്ട് മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്നിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു നിയന്ത്രണം എല്ലാത്തിനും വേണം. അപ്പോൾ അതിന് നമ്മൾ ഒരല്പം ഒക്കെ ഒന്ന് ഇതല്ല, ഈ ഫോണെന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂർ ഉപയോഗിക്കുക. 2 ഫോണാണ് ഓരോരുത്തരുടെ കയ്യിലുള്ളത്, ചിലർ 3 ഉണ്ട്. ഈ 2 ഫോണും മാറി മാറി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും തലയ്ക്കൊക്കെ ഒരു മന്ദിപ്പായി വരും. ഇതൊക്കെ കുറച്ചാളത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിക്കുക. ആ ഒരു അനുഭവം അവിടെ ധ്യാനം എന്നാണ് അതിന് പറയുന്നത്. പാസ്റ്ററുടെ അവിടുത്തെ മീറ്റിങ്ങിന് ധ്യാനം എന്നാണ്. അപ്പോൾ ധ്യാനത്തിലിരിക്കുക. അപ്പോൾ ധ്യാനത്തിലിരിക്കുന്ന നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ മനഃശാസ്ത്രത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സും ദൈവവുമായിട്ടുള്ള ആ ഒരു ഗാഢമായ ബന്ധം ഒരു അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന എത്ര വലിയ ശുശ്രൂഷയേക്കാൾ പ്രധാനപ്പെട്ടതെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഉപബോധ മനസ്സും ദൈവവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം അങ്ങ് വരുമ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് ധ്യാനത്തിലിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പാസ്റ്ററുടെ അവിടെയുള്ള മീറ്റിങ്ങിൽ നിങ്ങൾ കടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് കടന്നു പോകാം. അവരുടെ ടീം അംഗങ്ങളുണ്ട്, അവരെയൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ വളരെ അധികം നന്ദി. താങ്ക് യു.